എന്റെ പൊന്നെ കൊക്കെ ഒന്ന് വന്നിരുന്നേ. സൈലന്റ് ആക്കിയോ ഫോണുകൾ? എന്താണ് പുറത്ത് പോകേണ്ടത്? അതിന് എഡിറ്റ് ചെയ്ത് സാധനം ഉള്ളൂ. ഞാനിവിടെ വേർത്ത് കുതിർന്നിട്ട് നിക്കുന്നില്ല. നമുക്ക് പിന്നെ വേർപ്പില്ലല്ലോ. വീഡിയോ റീൽ കൊടുക്കും. ഇല്ല, ഞാൻ മിണ്ടില്ല. ഞാൻ മിണ്ടൂല, മിണ്ടായിരിക്കാൻ പറ്റില്ല. ആകസ്മികമായിട്ടുള്ള മീറ്റപ്പാണ്. നിങ്ങൾ എവിടെയാണ്? ഞാനിവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്താൻ പറ്റുമോ? നമുക്കൊന്ന് നോക്കാം, കാണാം എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ വാക്കുകളുടെ പുറത്ത് പ്ലാൻ ചെയ്ത് കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്തിരുന്ന ഒരു പരിപാടി നടന്നു എന്നുള്ളതാണ് ഇന്ന് സംഭവിച്ചത്. കുറച്ച് ആളുകൾ മിസ്സായി പോയിട്ടുണ്ട്. മിസ്സായി പോയിട്ടുള്ള ആളുകളോടും അവരെ കാണാൻ കാത്തിരുന്ന ആളുകളോടും നമ്മളൊരു സോറി പറയുകയാണ്. എന്തായാലും ഈ വീഡിയോയിൽ നമ്മുടെ കൂടെ കുറച്ച് ആളുകളുണ്ട്. അവരോട് ചോദിക്കാൻ നമുക്ക് ചില ചോദ്യങ്ങളുണ്ട്. മലയാള സിനിമയെ നശിപ്പിക്കുന്നവരെല്ലാവരും കൂടി ഒറ്റ ബോംബിൽ നമുക്ക് സെറ്റ് ചെയ്യാതെ അത്രയും അടുപ്പിച്ചിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആദ്യം എല്ലാവരും ഒന്ന് സ്വയം പരിചയപ്പെടുത്തുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. നമ്മുടെ ആ ഒരു സ്ഥിരം സ്റ്റൈൽ വെച്ചിട്ട് തുടങ്ങുന്നതായിരിക്കും ഒന്ന്. അപ്പം നമുക്ക് നടുക്കുന്നു തുടങ്ങാം. ഹായ് ഓൾ, ദിസ് ഈസ് ടോക്ക്. കുറച്ച് കാലങ്ങളായിട്ട് റിവ്യൂ ചെയ്യുന്നുണ്ട്. അതിൽ വിയോജിപ്പുള്ള ആൾക്കാരുണ്ട്, അത് അനുകൂലിക്കുന്ന ആൾക്കാരുണ്ട്. ബട്ട് സ്റ്റിൽ ഐ എം ഡൂയിങ് ദാറ്റ്, ഐ ഹാവ് ബീൻ ഡൂയിങ് ദാറ്റ്. നമുക്കൊരു സെൻസിബിലിറ്റി പറഞ്ഞ സാധനമുണ്ട്. എൻ്റെ സെൻസുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന പറ്റുന്ന, അല്ലെങ്കിൽ അതായത് ഞാനൊരു സിനിമ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ പ്രേക്ഷകരുണ്ട്. അപ്പോൾ അവരാണ് എൻ്റെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ ആ ഒരു പെർസെൻറ്റേജ് ഓഫ് ആ റിലേറ്റബിലിറ്റി അത് വെച്ചിട്ടാണ് എൻ്റെ വീഡിയോസ് ആൾക്കാർ കാണുന്നത്. പിന്നെ ഭയങ്കര കൂതറപ്പാടാണെങ്കിൽ നമ്മൾ ട്രോൾ ചെയ്തിട്ട് റോസ്റ്റ് ചെയ്ത് വിടുന്ന ഒരു പരിപാടി ഉണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും അത് കാണാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്നതായി മനസ്സിലാക്കുന്നത്. അങ്ങനെ പരിപാടിയാണ് പിടിക്കണത്. അതിൽ വേറെ അജണ്ടയോ ഇന്റൻഷൻസോ അല്ലെങ്കിൽ വേറെ ഒരു പ്രീ ഒക്യുപ്പൈഡ് അല്ലെങ്കിൽ പ്രജുഡിസ് ആയിട്ട് അങ്ങനെ പരിപാടിയൊന്നുമില്ല. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ടാബ്ലർ റാസ്. ഒരു വൈറ്റ് സ്ലേറ്റിലാണ് ഞാൻ പടം കാണുന്നത്. അത് ഞാൻ പടം കാണാൻ പോകുന്ന സമയത്ത് എനിക്ക് ഒരു നോബഡി ക്യാൻ ഇൻഫ്ലുവൻസ് മീ. അത് എന്ത് സോപ്പിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഞാൻ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഈ തോന്നുന്നത് ഞാൻ പറയും. അത് ആരായാലും എന്തായി കഴിഞ്ഞാലും എനിക്കൊരു തേങ്ങയില്ല എന്നുള്ളതാണ് എൻ്റെ പരിപാടി. അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് തുടരും എന്നുള്ളതാണ് നമ്മുടെ ചാനൽ. നമ്മൾ സാധാരണ നമസ്കാരം, ഇന്നാള് സംവിധാനം ചെയ്ത് ഇന്നാള് സിനിമയെ കുറിച്ചാണ് പറയുന്നത്. പേര് നോർമലി ഞാൻ വീഡിയോയിൽ പറയാറില്ല, സുധീഷ് മൈനോട് പറയാറില്ല. മൺസൂമിഡിയാണ് ചാനൽ. ഇപ്പോൾ ഓഗസ്റ്റിലാകുമ്പോൾ വീഡിയോ ചെയ്ത് തുടങ്ങി 10 വർഷം കംപ്ലീറ്റ് ആവും. അപ്പോ മുമ്പ് തിരുവനന്തപുരത്ത് താമസിച്ചപ്പോഴാണ് തുടങ്ങിയത്. തിരുവനന്തപുരത്ത് നമ്മൾ ഗുണം വെച്ച് കഴിഞ്ഞാൽ തിയേറ്റർ അടുത്തുണ്ട്, സ്റ്റുഡിയോ അടുത്തുണ്ട്. അപ്പം ഫാസ്റ്റ് ആയിട്ട് സിനിമ കാണാനും ഒക്കെ പറ്റും. അന്ന് വേറെ പ്രൊഫഷൻ ഒന്നും ഉണ്ടായിരുന്നു. PhD ചെയ്യുന്നു, പിന്നെ ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം പത്തനംതിട്ടയാണ്. അപ്പം പഴയ പോലെ അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് സിനിമ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല. അപ്പം അതിൻ്റെ ഡിലേ ആവുന്നുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ പരമാവധി സിനിമകൾ തിയേറ്ററിൽ തന്നെ കാണുക. നിങ്ങൾ എൻ്റെ ഇടയ്ക്ക് പറയുന്ന പോലെ കണ്ടാൽ മതി, 2 ദിവസം കഴിഞ്ഞിട്ട് റിവ്യൂ ആയിക്കോട്ടെ. പക്ഷെ നല്ല സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഞാൻ പരമാവധി ഫാസ്റ്റ് ആയിട്ട് അന്ന് രാത്രി തന്നെ ചെയ്യാറുണ്ട്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ കുറച്ച് ഡിലേ ആയിട്ട് മെല്ലെ വേണേൽ പറഞ്ഞാൽ മതി എന്ന അഭിപ്രായത്തിലേ ഉള്ളൂ. എൻ്റെ പേര് ഗോകുല്, തിരുവനന്തപുരത്താണ് ചാനലിൻ്റെ പേര്. എന്തൊരു പാവല്ലേ, ശബ്ദമില്ല. എൻ്റെ പേര് ഗോകുല്, തിരുവനന്തപുരം എന്നാണ് ചാനലിന്റെ പേര്. ചെറുതായിട്ട് സിനിമ പരിപാടി റിവ്യൂ ഒക്കെ ചെയ്യാറുണ്ട്. വിനയം വന്നിട്ട് വിനയം ഇവിടെ നിൽക്കാം. തിരുവനന്തപുരത്തിന്റെ അഭിമാനമായിട്ടുള്ള ബ്ലോഗറാണ്. സിനിമയുണ്ട്, ബാക്കി വിഷയങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ഉണ്ണി വ്ളോഗ് സിനിഫൈൽ എന്നാണ് ചാനലിൻ്റെ പേര്. ചാനൽ 2018 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ടെക് ചാനൽ ആവണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങി. പിന്നെ ഫുഡ് വ്ളോഗറായി, ട്രാവൽ വ്ളോഗറായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒഡിയൻ്റെ ട്രെയിലർ ഡീകോഡിങ് കിട്ടും. അത് കഴിഞ്ഞപ്പോഴേക്കും എവിടെ നിന്നില്ലാതെ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നു തുടങ്ങിയപ്പോൾ സിനിമയെക്കുറിച്ച്, എന്തായാലും ഞാൻ റേഡിയോ ജോക്കി ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇറങ്ങുന്ന എല്ലാ സിനിമയും കാണും. പക്ഷേ അതൊന്നും നമ്മൾ എവിടെയും പോസ്റ്റ് ചെയ്യലൊന്നുമില്ല. കുറച്ച് ഫേസ്ബുക്ക് പേജുകളൊക്കെ ഉണ്ടായിരുന്നത് നമ്മളൊന്ന് റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ അവർ പബ്ലിഷ് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ചാനൽ തുടങ്ങി. ഇപ്പം ചാനൽ 2018 8 വർഷമായി. അങ്ങനെ മുമ്പോട്ട് പോകുന്നു. ഇങ്ങനെ പയ്യെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ്. കണ്ടന്റും അതിനനുസരിച്ച് ഡിഫറെൻറ്റ് സാധനങ്ങളൊക്കെ ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു. കോക്ക് പറഞ്ഞ പോലെ തുടരും എന്നുള്ളതാണ്. ആൻഡ് റീലോഡ്. എൻ്റെ പേര് ഞാൻ മറന്നു. എൻ്റെ പേര് എബിൻ, റീലോഡ് മീഡിയ എന്നാണ് ചാനലിൻ്റെ പേര്. ചെറുതായിട്ട് റോസ്റ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. ഉണ്ണി തുടങ്ങിയ അതേ വർഷം 2018 ഞാനും തുടങ്ങിയത്. 8 വർഷമായി, തുടർന്നുകൊണ്ടിരിക്കുന്നു. ഞാനും തുടരുന്നുള്ളൂ. എൻ്റെ പേര് അശ്വിൻ, ലെൻസ്മെൻ റിവ്യൂസ് എന്നാണ് ചാനലിൻ്റെ പേര്. പേജിൻ്റെ പേര് എങ്ങനെയാണ് പറയേണ്ടതെന്നറിയില്ല. 2011 ഒരു ഫേസ്ബുക്ക് പേജായിട്ട് തുടങ്ങിയതാണ്. 12 ആയപ്പോൾ ഒരു വെബ്സൈറ്റ് ചെയ്തു. പിന്നെ അതിനുശേഷം വെബ്സൈറ്റിൽ തന്നെയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. യൂട്യൂബ് ചാനൽ ഞാൻ 2015 തുടങ്ങി നോക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് അത് ഈ പറഞ്ഞ പോലെ അന്നത്തെ
നമുക്ക് ഇതുണ്ടാവുമല്ലോ, ഒന്ന് സെറ്റപ്പ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്ന സാധനത്തിലുള്ള ബുദ്ധിമുട്ട് കാരണം അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ 2019 അതൊന്ന് പിന്നെയും പൊക്കിയെടുക്കാൻ നോക്കി, പിന്നെയും നടന്നില്ല. അവസാനം ഇപ്പോൾ 2024 അവസാനം ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്തത്. അത് പക്ഷേ ഇതുവരെ നിന്നിട്ടില്ല. നല്ല സുഖമായിട്ട് എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇത് പോകുന്നുണ്ട്. അപ്പോൾ ഇനിയും പോകുന്നു തന്നെയാണ് തോന്നുന്നു. റീലോട്ട് എങ്ങനെയാണ് ഈ പരിപാടി തുടങ്ങുന്നത്? യൂട്യൂബ് റിവ്യൂ പരിപാടി തുടങ്ങുന്നത്? റിവ്യൂ പറഞ്ഞു അത് പറയണോ? ആ പറഞ്ഞു. Yes, of course, man, of course. മഹേഷിന്റെ പ്രതികാരം അത് നമുക്ക് നന്ദി സൂചകമായിട്ട് അങ്ങനെ പോസിറ്റീവ്, വെരി പോസിറ്റീവ് നോട്ട്. അതിനുള്ള കാരണം ഈ ഇരിക്കുന്ന കൈ ഞാൻ ജയിച്ച സുഹൃത്തുക്കളെ, മീഡിയ ഒരു ആദരവ് കൂടി കൊടുക്കായിരുന്നു. എന്താണ് മൺസൂൺ മീഡിയ റീലോഡ് മീഡിയക്ക് എന്താണ് തന്നത്? ആ പേരിൽ തന്നെയുണ്ട് ആ പേര് തന്നെ സിഗ്നൈസേഷൻ മീഡിയ. ഇപ്പൊ കഥയിലേക്ക് പറഞ്ഞ പോലെ ഒരു 10 വർഷം തോയില്ലേ ഇപ്പോൾ മൂപ്പര് തുടങ്ങി. നമ്മൾ കാണുന്ന റിവ്യൂ വേറെ ഇല്ല മലയാളത്തിൽ. ഞാൻ കൂടുതലും കാണുന്ന ആ ടൈമിൽ ഭയങ്കര കണ്ട് ഞാൻ കുപ്രസിദ്ധ പയ്യൻ എന്ന് പറഞ്ഞൊരു പടം ആളുടെ റിവ്യൂ കേട്ട് കഴിഞ്ഞിട്ട് ഓഡിയൻസ് കാണാൻ പോയി. എനിക്ക് അങ്ങനെ ഇതുപോലെ ഇന്റർവെല്ലിന് ഇറങ്ങി വരാൻ തോന്നിയ പോലെ ഫസ്റ്റ് സീൻ മുതൽ എനിക്ക് അപരാധം പടച്ചു വെച്ച സാധനം ഇങ്ങനെ ഹൈ എൻഡ് സാധനമായിട്ട് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരുമാതിരി ഗ്രഡ്ജും ഒരു റിവഞ്ചും എന്തൊക്കെയോ തോന്നി. ആ ദേഷ്യം അങ്ങോട്ട് തീർക്കുക എന്ന് പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങാം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ പിന്നെ വേറെ പ്രശ്നം എന്റെ ജീവിതം ധന്യം. നമ്മൾ ഇന്ന് എബിന്റെ കാറിൽ പോകുന്ന സമയത്ത് എബിൻ ഇങ്ങനെ പറയായിരുന്നു, ഇതൊക്കെ അണ്ണന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ കാറ് വരെ ഞാൻ എത്തിച്ചേർന്നത്. അല്ല ഈവൻ പേരടക്കം ഞാൻ അതിൽ നിന്നാണ് ചൂണ്ടിയത്. മീഡിയ അന്ന് ആ സിനിമയ്ക്ക് നെഗറ്റീവ് ഇട്ടിരുന്നെങ്കിൽ പുഷ്പ 2 പോസിറ്റീവ് കാണേണ്ടി വരും. അശ്വത് ബോഗിന്റെ സ്റ്റാൻഡിൽ വരുന്നത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങളത് സംസാരിക്കാൻ വേണ്ടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ബസ് അത്രേ ഉള്ളൂ. അല്ല, ഞാൻ 2018 ഞാൻ അന്ന് FB ആണ് ലോകം, ഫേസ്ബുക്ക്. അപ്പൊ 2018 മറ്റേ ശബരിമലയില് മറ്റേ സ്ത്രീകളെ കയറ്റുണ്ടാകുന്ന മറ്റേ വിഷയമുണ്ടല്ലോ. ആ സമയത്ത് ഞാൻ പ്രിട്ടൻഷ്യസ്ലി, അതായത് ഞാൻ സംഖ്യയായിട്ട് ഞാൻ എന്താണ് വേഷം മാറിയിട്ട്, അതായത് കാണുന്ന ആൾക്കാരായിരിക്കും എന്നെ അന്ന് തന്നെ ആർക്കും അറിയുന്നില്ല. അപ്പം കാണുന്ന ആൾക്കാർക്ക് ഞാൻ റിയൽ സംഖ്യയാണെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ പ്രിട്ടൻഷ്യസ്ലി കുറേ വീഡിയോസൊക്കെ ഇട്ട് അങ്ങനെ ഒരു അന്ന് ഒരു അവയാത പരിപാടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 2019 ഞാൻ സർവീസിൽ കയറില്ല. ഗവൺമെൻറ് എംപ്ലോയി ആയ ശേഷം എനിക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എനിക്ക് പൊളിറ്റിക്കൽ, റിലീജിയസ് അങ്ങനെ പരിപാടി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആ പരിപാടി നിർത്തിയാണ്. അപ്പോഴും എനിക്ക് എന്താ വെച്ചാൽ ഫേസ്ബുക്കാണ് എൻ്റെ ലോകം, യൂട്യൂബ് ഒന്നും എൻ്റെ ലോകമല്ല. കാരണം ഫേസ്ബുക്കിലാണ് ഞാൻ FFC കഴിഞ്ഞെല്ലാം വളർന്നു വന്നത്. പിന്നെ ഞാൻ ഒരു മറ്റേ മരക്കാർ അറബിക്കടലിൻ്റെ ലയൺ, അതിൽ ഞാൻ ഒരു റാൻഡം ഒരു കാഷ്വൽ റിവ്യൂ ഇട്ട സമയത്ത് അത് കാര്യം കത്തി. അതിന് ശേഷം റസ്റ്റ് ഈസ് ഹിസ്റ്ററി എന്ന് പറയാൻ പോലെയാണ്. പിന്നെ ഞാൻ എന്ത് പറയണമെന്ന് ആൾക്കാർ കേൾക്കാൻ താല്പര്യമുണ്ട്. കാരണം ഞാൻ അങ്ങനല്ലേ പറയുന്ന ഉണ്ണി. അതാണ് എൻ്റെ ടേണിംഗ് പോയിന്റ്. മരക്കാരനാണ് പ്രിയദർശ സാറാണ് എൻ്റെ ലൈഫ് മാറ്റി മറിച്ചത്. എന്റെ ദൈവം എന്ന് പറയുന്നത്. പ്രിയദർശ സാറാണ് ദൈവം. വൈ മൺസൂൺ മീഡിയ ഹാപ്പൻഡ്? മൺസൂൺ മീഡിയ ഇപ്പൊ പറയാൻ വിചാരിക്കുന്നുണ്ട് മൺസൂൺ മീഡിയ എൻ്റെ ആണെന്ന്. മൺസൂൺ മീഡിയ തുടങ്ങിയത് ഞാനല്ല, ജിതിൻ ചെറിയൻ, ഫെയ്ദ മുംതാസ് അവർ ഒരുമിച്ചുണ്ടായപ്പോൾ അങ്ങനെ ഒരു ചാനലായിട്ടൊക്കെ രജിസ്റ്റർ ചെയ്ത് അങ്ങനെ തുടങ്ങിയാണ്. എനിക്ക് മുമ്പ് ഇത് റിവ്യൂ ചെയ്ത ആൾക്കാരുണ്ട്. ഹരി എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. ഹരിയും വേറെ PhD ചെയ്യുന്ന സമയത്തായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഇതുപോലെ ഒരു ദിവസം തൊടുപുഴയ്ക്ക് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് അന്ന് 3 സിനിമ, എനിക്കൊന്ന് ഗപ്പി, ആൻമരി കലിപ്പിലാണ്, വിസ്മയം, മോഹൻലാലിന്റെ തെലുഗു ഇതിന്റെ. അപ്പോൾ അന്ന് ലീവ് എടുത്ത് രാവിലെ ന്യൂ തിയേറ്റർ, വീണ്ടും ന്യൂ തിയേറ്റർ, പിന്നെ ലാസ്റ്റ് കണ്ട പത്മനാഭ, ഒരു 3 എണ്ണത്തിന്റെ എഴുതി FBയിൽ ഇരുന്ന പരിപാടിയുള്ളൂ. അങ്ങനെ ഇത് കണ്ടപ്പോൾ രാവിലെ തൊടുപുഴത്തി ഫോൺ തുറന്നപ്പോൾ ഇൻബോക്സിൽ മൺസൂൺ മീഡിയ ഇങ്ങനെ മെസ്സേജ്, നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന്. അങ്ങനെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. ഞാൻ പോയിട്ട് ആദ്യത്തെ പ്രാവശ്യം ഭയങ്കര വിറ്റാണ്. നമുക്കത് അറിയില്ലല്ലോ, കൈ അങ്ങനെ പിടിക്കുന്ന. അപ്പം ഒരു കൈമ പേന പിടിച്ചു, ഒരു കൈമ പേന പിടിച്ചു. ഭയങ്കര ചെരിഞ്ഞിട്ടൊക്കെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നതൊക്കെ. അങ്ങനെ ചെയ്തു. കുറേ സമയം എടുത്തു ആൾക്കാർ അറിയാൻ വേണ്ടിയിട്ട്. അതിലും ഭയങ്കര ഒരു ബൂം ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിപാടിന്റെ പുസ്തകം റിവ്യൂ ആയിരുന്നു. അത് നെഗറ്റീവാണ് പറഞ്ഞത്, പക്ഷെ അതിന് ഒറ്റയടിക്ക് സബ്സ്ക്രൈബേഴ്സും കൂടി, വ്യൂസും ഭയങ്കരമായിട്ട് കൂടി. അതുവരെ ഒരു 50K ഒന്നും പോയില്ലായിരുന്നു, പക്ഷെ ഒറ്റയടിക്ക് അങ്ങനെ പോയി. അപ്പം സബ്സ്ക്രൈബ് കൂടി പിന്നെ ചെയ്തു. ശരിക്കും പ്രിയദർശൻ സാറല്ല, മോഹൻലാലാണ് നിങ്ങൾ രണ്ടുപേരും. സത്യം, ലാലേട്ടൻ. എന്റെ ലാലേട്ടനാണ്. തീരും. ഞാനൊരു വളരെ കുറച്ച് നാളായിട്ടുള്ളൂ യൂട്യൂബിൽ തുടങ്ങിയത്. പക്ഷേ ലെൻസ്മാൻ സൈറ്റിൽ എഴുതുന്ന സമയത്ത് അത് മുതലേ ഞാൻ ഫേസ്ബുക്കിലൊക്കെ എഴുതുന്നുണ്ടായിരുന്നു. ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. പിന്നെ എൻ്റെ പ്രൊഫൈലിടും. എൻ്റെ പ്രൊഫൈൽ ഇടുന്നത് അങ്ങനെ അധികം കാണില്ല. ആ സമയത്ത് റവന്യൂ അങ്ങനത്തെ ഇതൊന്നുമില്ല. നമുക്ക് ഞാനൊരു സാധനം കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് 10 തൊട്ട് പറയണമെന്നുള്ളൊരു സംഭവം. അപ്പോൾ അങ്ങനെ എഴുതി ഈ ഗ്രൂപ്പുകളിലൊക്കെ റിവ്യൂ ആയിട്ട് ഇടും.
ഇട്ട സമയത്ത് അവരുടേതായിട്ടുള്ള അവർക്ക് പ്രത്യേകിച്ചൊരു ചില സിനിമകളെടുത്ത് ഒരു കാഴ്ചപ്പാടുണ്ടാവും, അതുമായിട്ട് മാച്ച് ചെയ്യാതെ വരുമ്പോഴേക്കും നമ്മൾ പെയ്ഡ് റിവ്യൂസ് ആവും. അങ്ങനത്തെ സാധനങ്ങൾ അപ്പോഴേ ഉണ്ട്. അപ്പോൾ ഇത് അവരിടുമ്പോൾ ഇവന്മാർ കമൻറ്റ് ഇടുക, നെഗറ്റീവ് ഇടുക. നമ്മളെന്താണ് ഒരു 10-30 ലൈക്ക് കിട്ടിയാൽ നമുക്ക് സന്തോഷം. ലൈക്ക് തന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഇവന്മാരുടെ അവിടെ നിന്ന് ഈ അഡ്മിന്മാരുൾപ്പെടെ തന്നെ നമ്മളുമായിട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ട് നമ്മൾ ആ ഗ്രൂപ്പിൽ നിന്നൊക്കെ പുറത്തായ സമയത്ത് ഞാൻ ആലോചിച്ചു, ഞാനിരുന്ന് സിനിമ കണ്ട് പൈസ കൊടുത്ത് സിനിമ കണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം എഴുതിയത് അവൻ്റെ വീട് വാടകയ്ക്കെടുത്ത് ചെയ്തുകൊണ്ടല്ലേ നമുക്ക് ഈ വിഷയം വരുന്നത് എന്നുള്ള തോട്ട് വന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് പിന്നെ നമ്മളെ പ്രൊഫൈലിട്ട് എഴുതി കഴിഞ്ഞാലും ഒന്നും ആരും കാണാനും വായിക്കാനൊന്നുമില്ല. നമുക്ക് അപ്പോഴെന്നെ 5000 ഫ്രണ്ട്സ് എങ്ങാണ്ട് ലിമിറ്റ് എന്തോ ഉണ്ട് പേജ്. അത് നടക്കില്ല, പേജിൻ്റെ പരിപാടിയൊന്നും എനിക്കപ്പോൾ അറിയത്തില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ നമ്മുടെ കുറച്ച് സൗഹൃദ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. അവിടെ ഞാൻ സിനിമ കണ്ടിട്ട് ഈ സിനിമയുടെ ഇങ്ങനെയാണ് മറ്റേതെങ്ങനെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പം അവർ പറയാറുണ്ട്, നീ ഇപ്പം ഒരു ഇത് വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, എനിക്ക് വീഡിയോ ആയിട്ട് വന്നിട്ട് ചടുപ്പായിരുന്നു പണ്ട്, ഇങ്ങനെ ഫേസ് കാണിച്ചുള്ള ഒരു ചമ്മലുണ്ടായിരുന്നു. ഓഡിയോ കുഴപ്പമില്ല, ഇത് നീ തന്നെ യൂട്യൂബിൽ ചെയ്തുകൂടെ എന്ന് നിരന്തരം പറഞ്ഞ് ക്യാപ്സ് ബോയ്സ് എന്നാണ് ഗ്രൂപ്പിൻ്റെ പേര്. അങ്ങനെ ഇരുന്ന സമയത്ത് ഭാര്യ സൂര്യ ഫാൻ ആയതുകൊണ്ട് കാട്ടാക്കടയിൽ ഈ പടം പോയി കണ്ട് അന്ന് എന്തോ ഇവരാരും അങ്ങനെ റിവ്യൂ ചെയ്തില്ല ആ പടം. എതർക്കും തുനിച്ചവൻ. അപ്പോഴാണ് അതിനുശേഷം കോവിഡൊക്കെ അധികാരം ഇട്ടിട്ടില്ല. ഞാനിത് ഈ അവിടെ നിന്ന് നെയ്യാർ ഡാമിൽ പിള്ളേരെ കളിക്കാൻ വേണ്ടി വിട്ട സമയത്ത് മൊബൈലെടുത്ത് ചുമ്മാ മൈക്കും തേങ്ങയൊന്നുമില്ല ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ആ പടം കണ്ടിട്ട് ഒരു 7 മിനിറ്റ് ഒരു സാധനം പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യേണ്ട വകുപ്പ് പറഞ്ഞൂടാ, എവിടെയാണ് മറ്റേ പ്ലസ് ഇതൊക്കെ പറഞ്ഞൂടാ. നോക്കിയപ്പോഴേക്കും ആരൊക്കെ ലോഗോ ഇട്ട് വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളൊരു ലോഗോ ഉണ്ടാക്കാം. ആ സമയത്ത് ഫേസ്ബുക്കിൽ അവതാർ എന്നൊരു സാധനം ട്രെൻഡിങ് ആണ്, നമ്മളെ പോലത്തെ ഒരു ഫേസ് ഒക്കെ വെച്ചിട്ട്. ഞാൻ അതിനെ ആദ്യം അങ്ങ് എടുത്തിട്ട് താഴെ, എനിക്ക് മറ്റേ അച്ചടി ഭാഷ ഇദ്ദേഹം സംസാരിക്കുമ്പോൾ ഇതേ വരുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ തിരുവനന്തപുരത്തുള്ള മറ്റേ നമ്മുടെ കമൻറ്റ് വരണ്ടല്ലോ. കാരണം ഞാനങ്ങ് തിരുവനന്തപുരം വെച്ചാൽ അവധിയല്ലോ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരം പേര് വിട്ട് എൻ്റെ പേഴ്സണൽ ഇതായിരുന്നു, ജിമെയിലായിരുന്നു. അതിനെ പിടിച്ച് തിരുവനന്തപുരം ഒന്ന് റീനെയിമൊക്കെ ചെയ്ത് അന്നൊരു വീഡിയോ ഇട്ടു സമയത്ത് എന്തോ 1500-2000 തോന്നി. അത് ഇപ്പോഴല്ല, അന്ന സമയത്ത് 30 ലൈക്ക് തപ്പിക്കൊണ്ടിരുന്ന നമുക്ക് നോക്കുമ്പോൾ അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേര് വന്നിട്ട് ടൈമൊക്കെ മെൻഷൻ ചെയ്ത് 30 സെക്കൻഡ് 1.56 സെക്കൻഡിൽ ചിരിച്ച് ചത്ത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരുന്ന കമൻറ്റുകളുണ്ട്. പരിപാടി കൊള്ളാലോ, നമുക്ക് അറിയാവുന്ന റിയാക്റ്റീവ് പോലെ തള്ളക്കുളിയൊന്നുമില്ല. നല്ല പോസിറ്റീവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പരിപാടി കൊള്ളാലോ, ഒന്നുമില്ലായിരിക്കുന്നത് 1500 പേര്. നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട, വേറെ ആരെയും അപ്രൂവൽ വേണ്ട, ആരെയും കീഴിൽ പണിയെടുക്കും പോലത്തെ ഒരു ഫീൽ ഇല്ല. സ്വന്തമായിട്ട് നമുക്ക് നമ്മുടെ സ്ഥലം, അത് അങ്ങനെ തുറന്നു പോകുന്നു. അത് ഞാൻ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു സിനിമ കണ്ട് ഇപ്പം ഒരു സിനിമയ്ക്ക് ഭയങ്കര നെഗറ്റീവ് പറയാനേക്കാളും ഞാനൊരു സിനിമ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് 10 പേര് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് റോസ്റ്റിംഗ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ നമ്പർ നോക്കി കഴിഞ്ഞാൽ വല്ല ആണ്ടിലും ഒരിക്കൽ ഒരെണ്ണം ചെയ്യുള്ളൂ. എനിക്ക് ഒരു സിനിമ കണ്ട് അത് കുറേ പേര് ഞാൻ പറഞ്ഞായിട്ട് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ വന്ന് ഭരതനാട്യം സിനിമ, ഞാൻ ഭരതനാട്യം ഡയറക്ടർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സമയത്ത് ഇങ്ങനെ സിനിമയുണ്ട് പറ്റും കണ്ടു വെക്കാൻ പറഞ്ഞ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരുപാട് റിക്വസ്റ്റ് വരും. അത് മിക്കവാറും അവരാ സിനിമകളായിരിക്കും, അവർക്ക് പബ്ലിസിറ്റി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും PR ഒന്നും ഇല്ലാത്തതുകൊണ്ടും നമ്മളെങ്ങാനും കണ്ടു വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന് ആൾക്കാർക്ക് അറിയാൻ പറ്റും. അങ്ങനെ വന്ന ഒരു സിനിമയായിട്ടാണ് ഞാൻ അതും വിചാരിച്ചത്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞ സമയത്ത് ഞാൻ നല്ല പോസിറ്റീവ് പറഞ്ഞു. തിയേറ്ററിൽ അത് പരാജയപ്പെട്ടാൽ ഭയങ്കര വിഷമമുള്ള ഒരുപാട് സിനിമകൾ അങ്ങനെയുണ്ട്. അത് ഒരു സർക്കാർ ഉൾപ്പെടുന്ന സിനിമ ഉണ്ടായിരുന്നു, സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ, ഇങ്ങനെ കുറേ സിനിമകൾ പ്രൊമോഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ പരാജയപ്പെട്ടു പോയിട്ട്. അപ്പോൾ ഭരതനാട്യം അങ്ങനെ പോയി. ആ സമയത്ത് ഞാൻ ആ ഡയറക്ടറിൻ്റെ ഞാൻ പറഞ്ഞ കാര്യം, ഈ സിനിമ നല്ല സിനിമയാണ്, പക്ഷേ ലാസ്റ്റ് ഒരു ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒരു അല്പം കോംപ്രമൈസ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, നന്മ പരിപാടി അത് വേണ്ടായിരുന്നു, എന്തെങ്കിലും സ്ലാപ്സ്റ്റിക് പോലെ വെച്ച് പോയായിരുന്നു. എല്ലാവരും ഇപ്പം ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ള പോയിന്റ് ഞാൻ പുള്ളിക്ക് പറഞ്ഞു. രണ്ടാമത്തെ സിനിമ വന്ന് മോഹിനിയാട്ടം വന്ന് ഭയങ്കര ഇപ്പം ഹിറ്റായിരിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ച കാര്യം, പുള്ളി കംപ്ലീറ്റ് ഡാർക്കാക്കി പടം. നന്മയുമില്ല, ഒരു മണ്ണാകട്ടയില്ല. അപ്പം ഞാൻ പറഞ്ഞത് പുള്ളി അത് അതുകൊണ്ടാണെന്നൊന്നും ഞാൻ പറയില്ല. എന്തൊക്കെയോ രീതിയിൽ ഞാൻ കണ്ട സാധനത്തിൽ ഒരു ചേഞ്ച് വന്ന പോലത്തെ ഒരു ഫീൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം. അതൊക്കെ ഉള്ളൂ. അത് നമുക്ക് പല സമയത്തും കിട്ടും. നമ്മൾ പറയുന്നത് ചിലപ്പോൾ ഒരു ആക്ടറായിരിക്കും, ചിലപ്പോൾ ഒരു റൈറ്ററായിരിക്കും, ചിലപ്പോൾ ഡയറക്ടറോ പ്രൊഡ്യൂസറോ ഒക്കെ ആയിരിക്കും. അന്നേരത്തെ വിഷമത്തിൽ അവരെന്തെങ്കിലും റിയാക്ട് ചെയ്താൽ പോലും കുറച്ച് കഴിയുമ്പം നമ്മൾ പറഞ്ഞത് ശരിയായിരുന്നു എന്ന് പറയും. അതിനുശേഷം വരുന്ന പ്രൊജക്റ്റിൽ ഡിഫറൻസ് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നെ തിയേറ്ററിൽ വെച്ച് ഒരു പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടി യങ് ആയിട്ടുള്ള ആൾക്കാരാണ് ഒരു പടത്തിൻ്റെ റിവ്യൂ ഇട്ടു, അത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്നെ തിയേറ്ററിൽ വെച്ച് കിട്ടി. അപ്പം എൻ്റെ ഓഫീസിലുള്ള 2 പേര് നല്ല സൈസുള്ള ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരിങ്ങനെ എന്നെ നിർത്തി ഇങ്ങനെ സംസാരിക്കുക, നീ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. ഉണ്ണി റിവ്യൂ ഇട്ടതിന് ശേഷം ഈവനിങ് ആണോ അടുത്ത ഷോന് പോകുന്നത്? അല്ലല്ല, പിറ്റേ ദിവസമോ അടുത്ത ആഴ്ച അങ്ങനെ എന്തോ. അപ്പം ഇവരിതെല്ലാം പറഞ്ഞു. പക്ഷേ ആ ഡയറക്ടർ കുറേ വർഷത്തിന് ശേഷം പുള്ളിയുടെ അടുത്ത പ്രൊജക്ട് ഓൺ ആകുമ്പോൾ എന്നെ പേഴ്സണലി വിളിച്ചിട്ട്, നിങ്ങൾ ആ പടത്തിനെ കുറിച്ച് പറഞ്ഞതിൽ നെഗറ്റീവ് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം, അതൊക്കെ അന്നേ മനസ്സിലായതാണ്, പിന്നെ നമുക്ക് ആ സമയത്ത് തിരിച്ചറിയാൻ പറ്റൂല. അപ്പോൾ പുതിയ പടത്തിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ്, പൂജയൊക്കെയാണ്,
അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ചിലപ്പോൾ പുഷ്പീകരിച്ചതായിരിക്കും. പക്ഷെ അപ്പോഴും എവിടെയോ ഒരു റെക്കഗ്നീഷൻ കിടപ്പുണ്ട്. എൻ്റെ മെയിൻ സാധനം അതായിരുന്നു. ഞാൻ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഒരു ടെക് ചാനലായിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ ഫോണൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ടെക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. പക്ഷേ എൻ്റെ കയ്യിൽ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും അത് പ്രോപ്പർലി ചെയ്യാൻ പറ്റായിരുന്നതുകൊണ്ടും ഞാൻ ട്രാവൽ വീഡിയോ ചെയ്തു. അതിന് കുറച്ച് വ്യൂ വന്നു. പക്ഷേ ട്രാവൽ വീഡിയോ ഒരു ട്രാവൽ കഴിഞ്ഞ് എല്ലാം എഡിറ്റ് ചെയ്ത് വരാൻ ഒരാഴ്ച എടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ സൗണ്ട് മിക്സ് ചെയ്തൊക്കെ വരുമ്പോൾ 2 ആഴ്ചയാണ്. കണ്ടന്റ് ക്ഷാമം ഭീകരമാണ്. അത് കഴിഞ്ഞിട്ട് ഹോട്ടലിലെ ഫുഡ് വ്ളോഗ് എന്ന് പറഞ്ഞ പരിപാടി തുടങ്ങി. ഫുഡ് വ്ളോഗിൻ്റെ പ്രശ്നം 400 രൂപ കൊടുത്ത് നമ്മളൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് അതിനെക്കുറിച്ച് വാദവരാതെ പുകഴ്ത്തി സൂപ്പറാണെന്ന് പറയാൻ വേണം. എന്നിട്ട് നമുക്ക് വയറുവേദന എടുക്കുകയും ചെയ്യും. ആ സമയത്ത് ഈ നെഗറ്റീവ് റിവ്യൂ ഫുഡ് വ്ളോഗിൽ കൊടുക്കാൻ പറ്റൂല. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ കടകളാണ്, ഞാൻ വീണ്ടും അവിടെ പോകാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതും പറ്റൂല. അങ്ങനെ ഇരുന്ന സമയത്താണ് ഒടിയൻ്റെ ട്രെയിലർ വരുന്നത്. ഞാൻ ഓഫീസിൽ ഇരുന്ന് കണ്ടു. എനിക്ക് രസമുണ്ട്, ഇതിനകത്ത് കുറച്ച് പരിപാടി ഇങ്ങനെ ആയിരിക്കുന്നു. ഞാൻ ഓഫീസിലുള്ളവരോട് ഇങ്ങനെ കാഷ്വലി പറഞ്ഞപ്പോൾ അവർക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടോ, അവർക്കൊരു അത്ഭുതം ഇങ്ങനൊരു സാധനം കണ്ടുപിടിച്ചപ്പോൾ. ആ ത്രില്ലിൽ ഞാൻ റൂമിൽ വന്നിട്ട് ഇതിൻ്റെ ട്രെയിലർ ഡീകോഡിങ് ചെയ്തു. ചുമ്മാ ഷൂട്ട് ചെയ്തു. ആദ്യമായിട്ട് ട്രെയിലർ ഡീകോഡിങ് ടൈറ്റിൽ വെക്കുന്ന അങ്ങനെ. അത് കഴിഞ്ഞ് കിടന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും അതുവരെ 100-something സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നത് ഒറ്റയടിക്ക് 2000+ സബ്സ്ക്രൈബേഴ്സ്. പിന്നെ നോക്കുമ്പോൾ അത് 4000 ആയി, 8000 ആയി. റോക്കറ്റ് പോലെ സബ്സ്ക്രൈബേഴ്സ് കയറുന്നു. ആ ട്രെയിലർ ഡീകോഡിങ് ഹിറ്റായ ഒരു ബലത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് ഹിറ്റാവണമല്ലോ. അപ്പോഴാണ് 96 റിലീസാവുന്നത്. 96 കണ്ടു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കിളിപോയിരിക്കാം. ഞാനപ്പോൾ ആ മൂഡിൽ തന്നെ വന്നിരുന്ന് വിജയണ്ണ അണ്ണ സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അത് ഹിറ്റായി. ആ സമയത്ത് അത്യാവശ്യം നല്ല വ്യൂ വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഈ പരിപാടിയൊക്കെ പിടിക്കുന്നത്. പിന്നെ സിനിമ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഇടക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ട്രെൻഡിങ്ങിൽ വരാൻ എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ മിക്കവാറും IFFK കാണാം, പാപ്പറംകൂടി ഇങ്ങോട്ട് വരാറുണ്ട്. ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്തൊക്കെ ഒരുപാട്. അപ്പം കണ്ട് ഇങ്ങനോട് സംസാരിച്ച് ആ സമയത്ത് നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ട്രെൻഡിങ്ങിൽ വരണം എന്നുള്ളതായിരുന്നല്ലോ. പക്ഷെ ഞാൻ ട്രെൻഡിങ്ങിൽ വരാൻ തുടങ്ങിയപ്പോൾ യൂട്യൂബ് ട്രെൻഡിങ് ഫീച്ചർ എടുത്ത് ഇപ്പോൾ മറ്റേ ഹൈപ്പിലേക്കൊക്കെ വന്നു. അശ്വിൻ യൂട്യൂബിൽ പുള്ളിനെ നമ്മൾ കുറച്ച് കാലമായിട്ടുള്ളൂ അധികം തിളങ്ങി കണ്ടിട്ട്. പക്ഷേ ലെൻസ്മാൻ റിവ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള ഫിലിം ഇൻഡസ്ട്രി മുഴുവൻ ഉറ്റുനോക്കുന്ന ഒന്നാണ്. നമ്മളും നോക്കുന്ന ഒന്നാണ്. ഇങ്ങനെ എന്താണ് എഴുതിയിട്ടുണ്ടാവുക, അതിന്റെ ലാസ്റ്റ് കൊടുത്ത കളർ കോഡ് എന്താണെന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുമായിരുന്നു. അതാണ് ഇമ്പോർട്ടന്റ്. കളർ കോഡാണ് ആദ്യം നോക്കണത്. അത് കഴിഞ്ഞിട്ട് വായിക്കണോ വേണ്ടത് നോക്കിയിട്ട് തീരുമാനിക്കും വായിക്കണോ വേണ്ടത്. അത് കഴിഞ്ഞിട്ട് യൂട്യൂബിലേക്ക് റിവ്യൂ സ്റ്റാർട്ട് ചെയ്തു. യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു ഞാനൊരു 2015 ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അന്നേരം സുധീഷൊക്കെ ഉണ്ട്. അപ്പൊ ഒന്ന് ശ്രമം നടത്തി നോക്കി. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം 2-3 സിനിമയൊക്കെ റിലീസാകുമ്പോൾ ഇത് ഇതുവരെ ചെയ്തു വരിക. എനിക്കാണെങ്കിൽ ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തിട്ടാ വീഡിയോ ചെയ്യാം. അപ്പം ഒരിക്കലും സ്ക്രിപ്റ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്ന ഒരാൾക്ക് ഒരു ദിവസം 3 സിനിമയൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ അത് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എക്സോസ്റ്റിംഗ് ആയ സമയത്ത് എന്താ പറയുക നിർത്തേണ്ടി വന്നു. പിന്നെ അന്ന് ഇങ്ങനത്തെ സെറ്റപ്പ് ഒന്നുമില്ല. മറ്റേ കല്യാണത്തിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ലൈറ്റ് ഇല്ലേ, അതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുക. അതൊക്കെ ഒരു 2 ആഴ്ച കിട്ടുക ലൈറ്റ്. പിന്നെ അത് പോയിട്ട് ഫിലമെന്റ് മാറ്റി വാങ്ങേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം കൂടെ പണിയായപ്പം ആ പരിപാടി നിർത്തി. പിന്നെ ഒരു 2019 ഒന്നുകൂടെ തുടങ്ങാൻ നോക്കി, പിന്നെയും നിർത്തി. പിന്നെ അവസാനം ഈ 2024 ഒന്ന്. അപ്പോഴത്തേക്കും നമുക്ക് കുറേ എക്യുപ്മെന്റ്സും സാധനങ്ങളും ഒക്കെ ഒന്ന് കൈ കിട്ടുന്ന അവസ്ഥയായി. ഈ LED ലൈറ്റും സാധനമൊക്കെ വരുമ്പോൾ പണ്ടത്തെ അത്ര ഒരു മെയിൻ്റനൻസ് പരിപാടി വരും. ഫിറ്റിംഗ് എളുപ്പമായി. ഇപ്പൊ ഈ മൈക്കൊക്കെ ഒരു 4-5 കൊല്ലം മുമ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൈക്കിന്റെ കാര്യത്തിലൊക്കെ കൺഫ്യൂഷനായി എന്ത് ചെയ്യും. ഇപ്പൊ നമുക്ക് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ പരിപാടിയൊക്കെ ആയി. എന്നിട്ട് യൂട്യൂബിൽ വന്നപ്പം ഈ എഴുതുന്നതിനേക്കാൾ നമ്മൾ വീഡിയോയിൽ വന്നിരിക്കുമ്പോൾ എന്താ അതിൻ്റെ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്? എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അധികവും എടുത്തിട്ട് സ്ക്രോൾ ചെയ്ത് താഴെ പോയിട്ട് സിഗ്നൽ നോക്കുന്നു പറയുന്നത്. പക്ഷെ ഞാൻ വീഡിയോ റിവ്യൂ ചെയ്ത് തുടങ്ങിയതിൻ്റെ ശേഷം ആരും വന്നിട്ട് ആ സമ്പ്രദായം വീഡിയോയിലേക്ക് കൊണ്ടുവരണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ബേസിക്കലി ആൾക്കാർക്ക് അത് എന്താ പറയുക, വായിക്കാനുള്ളൊരു മടിയും ഇതൊക്കെ കൊണ്ടാണ് ഇത് വരുന്നത്. നമ്മൾ പറയുന്ന സമയത്ത് ആൾക്കാർക്ക് അത് കേൾക്കാലോ. ലൈക്ക് ഒരു ഡെലിബറേറ്റ് എഫേർട്ട് ഇടേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ എന്തെങ്കിലും പണിയെടുക്കുന്ന സമയത്താണെങ്കിലോ എന്തിന്റെയും ബാക്ക്ഗ്രൗണ്ടിൽ ഈ സാധനം പ്ലേ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇയാൾ എന്താ പറയുന്നതെന്ന് കേൾക്കാൻ പറ്റും. അത് വരുന്ന സമയത്ത് ആ ഒരു കമന്റ് എവിടെയും വരുന്നില്ല. നിങ്ങൾ ആ സിഗ്നൽ സിസ്റ്റം ഇതിൻ്റെ അകത്ത് കൊണ്ടുവരണം, എന്താണ് ഇത്, അത് ചോദിക്കുന്നില്ല. അതൊരു ഇൻട്രസ്റ്റിംഗ്, ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം. പക്ഷേ തമ്പനയിൽ ഒരു സിഗ്നൽ സിസ്റ്റം ഉണ്ട്. തിരുവനന്തപുരമാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അശ്വിന്റെ തമ്പനയില് ഒരു ഹിഡൻ സാധനം ഉണ്ട്. ഒരു 4 3 4 അല്ല 4 ഉണ്ട്. അതായത്
അശ്വിൻ പല്ല് കാണിച്ച് ചിരിച്ചു കഴിഞ്ഞാല് ഒന്നും നോക്കണ്ട, പല്ല് ടിക്കറ്റ് എടുത്തോ തുടങ്ങണ്ടോ. അതായത് അശ്വിന്റെ പല്ല് കണ്ടു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്തോ. അതായത് അശ്വിൻ അങ്ങനെ പല്ല് കാണിക്കൂല. അതെ അതെ അതെ. ദാറ്റ്സ് എക്സെപ്ഷണൽ. എന്റെ വീഡിയോ റിവ്യൂസിന്റെ അകത്തുള്ള ജനറലി ഉള്ള തുടക്കത്തിലും ഇപ്പം പിന്നെ ആൾക്കാർക്ക് യൂസ്ഡ് ആയി തോന്നുന്നു. തുടക്കത്തിൽ എല്ലാരും പറയുന്നതാണ് താനിങ്ങനെ ന്യൂസ് വായിക്കുന്ന പോലെ പറയുന്നത് കുറച്ചൊന്ന് ചിരിച്ചിട്ടൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഗൗരവം പിടിക്കാതെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാ പറയാ. അപ്പൊ തമ്മിലെങ്കിലും ചിരിക്കാനല്ല. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മള് പലരും റിവ്യൂ ഇട്ട് കഴിയുമ്പോൾ ഏറി പോകുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. തെറിവിളിയും ഭീഷണിയും അല്ല ഞാൻ പറയുന്നത്, നേരെ ഏറി പോവുക എന്നുള്ള. ഇപ്പം മറ്റേ ഖാലിദ് റഹ്മാനെ ഡ്രൈവർ ചേട്ടനെ വിളിച്ചതിന് ഏറിപ്പോയി. അപ്പം ഈ ഏറിപ്പോക്ക് ആദ്യത്തെ സിറ്റുവേഷനിലൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാര്യം പറഞ്ഞപ്പോൾ മാറിപ്പോയി, നിങ്ങൾക്ക് ക്ഷമിച്ചൂടെ തോന്നും, പക്ഷെ എല്ലാവരും കൂടി എടുത്തിട്ട് കൊടുക്കും. അപ്പം ആദ്യം എനിക്കത് അറിയില്ലായിരുന്നു, പിന്നെ എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഏറിപ്പോയി, ഇത് കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായാൽ മിണ്ടാതിരിക്കുക, അവരാഘോഷിച്ചോട്ടെ. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് എയറിലേക്ക് വിടാൻ മറ്റൊരാളെ കിട്ടുമ്പോൾ അവർ വിട്ടോളൂ എന്ന് പറഞ്ഞാൽ ആ ഒരു മൈൻഡ് സെറ്റ്. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലും സെൻസിബിൾ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് ഓർത്ത് വെക്കും, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ, അല്ലാത്തൊക്കെ ഇപ്പോൾ വിട്ടുകളെ മൈൻഡ് ചെയ്യില്ല. അതാണ് ഞാൻ ഈ എയറിപ്പോക്കിനോട് റിയാക്ട് ചെയ്യുന്ന രീതി. അശ്വിൻ എങ്ങനെയാ ഈ എയർ പോക്ക്? നിങ്ങളുടെ ഈ എഴുത്തിന്റെ ലോകത്ത് എയർ ഉണ്ടോ? ഒന്നാമത്തെ കാര്യം എയറിപ്പോക്ക് കുറവാണ്. ഈ പറയുന്ന പോലെ എഴുത്ത് വായിക്കാനുള്ളതിന്റെ ഒരു ക്ഷമയുള്ളവര് എയറിലേക്ക് വിടില്ല. അവര് മാന്യമായ ഭാഷയിൽ വന്നിട്ട് അവർക്ക് എന്താ ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടാത്തത് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് പോകും. പിന്നെ ഈ പണ്ട് പറഞ്ഞ പോലെ ഈ റേറ്റിംഗ് ഞാൻ തുടക്കകാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം നോക്കിയിട്ട് ചീത്ത പറയാൻ വരുന്നവരുണ്ട്. ഇത് അറിയുന്നത് കൊണ്ട് ഓൾമോസ്റ്റ് ഫേസ്ബുക്ക് കാലം തൊട്ട് തന്നെ എന്താ പറയുക, ഞാനൊരു എഴുത്ത സ്ട്രാറ്റജിയാണ് കമൻറ്റ് ഞാൻ കാര്യമായിട്ട് വായിക്കില്ല എന്നുള്ളത്. വളരെ റെയറായിട്ട്. പിന്നെ എന്താ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾ ഇത് നോക്കും, എന്തൊക്കെ പേര് മിസ്റ്റേക്ക് ഒക്കെ വരുത്തിയെന്ന് വിചാരിക്കുക. ചിലപ്പോൾ ആരെങ്കിലും അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യും, ആ ഡയറക്ടറുടെ പേര് അതല്ല ഇതാണ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള വകുപ്പുണ്ട്, ആൾക്കാർ പറയും. അപ്പം ഞാൻ എന്താന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ത്, ഞാൻ കമൻറ്റ് വായിക്കില്ല എന്നുള്ളത്. അപ്പോൾ അത് അറിയുന്നത് കൊണ്ട് ഇവർ കമൻറ്റ് വായിക്കുമ്പം ആരെങ്കിലും നമ്മുടെ ഒരു ഫാക്ച്വൽ മിസ്റ്റേക്കിൻ്റെ എററൊക്കെ പറഞ്ഞു തരുന്ന സമയത്ത് അവരെന്നോട് പറയും, എടാ കമൻറ്റ് വന്നിട്ടുണ്ട്, ഇങ്ങനൊരു സാധനം ഞാൻ കണ്ടു, നീ ഒന്ന് നോക്കിയേക്കുന്നു, എന്തെങ്കിലും പറയും. ഇതൊരു മീഡിയം പോലെ ഞാനങ്ങ് പറയുകയാണ്. യൂട്യൂബിൽ ഒരുപാട് പേര് നല്ല കമൻറ്റും പറയുന്നവരുണ്ട്. അവർക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ഇയാൾക്ക് ചാടെ, എന്തായാലും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള പോലത്തെ. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ 100 നെഗറ്റീവ് കമൻറ്റിൻ്റെ നടുവിലായിരിക്കും 5 പോസിറ്റീവ് കമൻറ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് എന്ത്, വെറുതെ അതിലേക്ക് പോകണ്ട. എനിക്ക് എൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് റൈറ്റ് ആൻഡ് റോങ്ങിൻ്റെ അല്ല, അത് എൻ്റെ ഒപ്പീനിയനാണ്. അപ്പം ആളുകളുടെ തെറിവിളി കാരണം എനിക്ക് എൻ്റെ ഒപ്പീനിയനെ തന്നെ ഡൗട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വരരുത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കമൻറ്റ് വായിക്കാത്തത്. അപ്പോൾ ആരെങ്കിലും നല്ല കമൻറ്റ് പറയുന്നത് ഞാനൊരു ലൈക്ക് പോലും അടിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഒന്നും കമൻറ്റ് എനിക്ക് വേണ്ടാതുള്ള ഇതിൽ നിന്നല്ല. നിങ്ങളുടെ കമൻറ്റ് വായിക്കാൻ വരുമ്പോൾ നിങ്ങളത് മാത്രം എടുത്ത് യൂട്യൂബ് കാണിച്ച് തരൂല, എല്ലാം കാണേണ്ടി വരും. അതിൽ എന്താ പറയുക, അബ്യൂസീവായ വാക്കുകളും എല്ലാം കേൾക്കേണ്ടി വരും. അപ്പം എനിക്ക് ഞാനൊരു സിനിമ കണ്ടിട്ട് എനിക്ക് കിട്ടിയ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ദേഷ്യമാണെങ്കിലും അത് എൻ്റെതായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കമൻറ്റ് വായിക്കാൻ നിൽക്കാത്തത്. ലൈക്ക് ബേസിക് സാധനം കമൻറ്റ് വായിച്ചിട്ട് കാര്യമില്ല. കാരണം ആളുകൾ കമൻറ്റ് ചെയ്യുന്നതിൻ്റെ ബേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ശരി. അപ്പം നിങ്ങൾ അവരുടെ ശരിയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തെറ്റാണ് എന്ന് പറയുന്നത്. ഒരേ സാധനത്തിന് പലർക്കും പല അഭിപ്രായം ഉണ്ടാവാം എന്നുള്ളത്. നമുക്കൊരു സാധനം വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു പടം ഏതെങ്കിലും രീതിയിൽ ഇമോഷണലി വല്ലാണ്ട് കണക്റ്റായി. ഈ കണക്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് അവരോടൊരു ദേഷ്യം ഉണ്ടാവും. ഏത് നിങ്ങൾ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യത്തിനെ പറ്റിയിട്ടാണ് മോശം പറയുന്നതെന്ന് പറയുന്ന പോലെ. അപ്പോൾ അവർ റിയാക്ട് ചെയ്യും. അതിനോട് നമ്മൾ പോയിട്ട് ന്യായീകരിക്കാൻ നിൽക്കണ്ട. അവർ പറഞ്ഞോട്ടെ, നമ്മൾ നമ്മുടെ കമൻറ്റ് സ്പേസ് അവർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്, അവരെന്തെങ്കിലും പറഞ്ഞു പോയിക്കോട്ടെ. എയറിന്റെ കാര്യം പറയുമ്പം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സമയം എയറിൽ ചെലവഴിക്കാൻ എല്ലാവരും ഇടക്കിടക്ക് പോകാറുണ്ട്. ഏറ്റവും മുകളിൽ പോയത് നമ്മളിപ്പോ ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ ഒക്കെ പറയുമ്പോൾ ഏറ്റവും മുകളിൽ അയണോസ്ഫിയറോ മീസോസ്ഫിയറിലോ ശൂന്യാകാശവും വരെ തട്ടി സഞ്ചരിച്ച വ്യക്തി. സ്ഥലം വാങ്ങിച്ച് തിരിച്ചു വരാനുള്ള സമയം കിട്ടിയിട്ടുള്ള ഒരാളെന്നുള്ള ശേഷം എങ്ങനെയാണ് എവിന്റെ ഒരു എയറിലാവുന്ന സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? എയർ നമുക്ക് അത് സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുക്കും. ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടല്ലോ, കാര്യമില്ല. അത് നമ്മളിപ്പോൾ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ കൂടുമ്പോൾ ഞാൻ എല്ലാവരും ഊക്കാറുണ്ട്, നല്ലോണം ഊക്കാറുണ്ട്, തിരിച്ചു ഊക്കും അവർ വല്ലപ്പോഴും. കൂടുതലും ഞാനാണ് ഊക്കാറ്. അപ്പോൾ ഇത് വല്ലപ്പോഴും തിരിച്ചിട്ടുണ്ടേ. അപ്പോൾ അതുപോലെ നമ്മൾ സാധനം ഇത് കണക്ട് ആയില്ലെങ്കിൽ അവർ ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ ഏറി പോകണമെന്നൊരു അതൊന്നൊരു വിഷയമല്ല. അതൊക്കെ നമ്മൾ അടുത്തേക്ക് പോകും, നമുക്ക് വേറെ പണിയുണ്ട്. നമ്മൾ ഇത് അവിടെ നിൽക്കൂല.
ഈ പറഞ്ഞ പോലെ ഏറെ പോകണമെങ്കിൽ നമ്മൾ ചന്ദ്രന് പോയിട്ട് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് അവിടെ, പ്രത്യേകിച്ച് പുഷ്പക്കൊക്കെ. അതൊന്നും കാര്യമില്ല, അത് എനിക്ക് ആ പടം വർക്കായി. ഇപ്പോൾ എനിക്ക് ആ പടം ഇഷ്ടമാണ് പുഷ്പ. ഞാൻ ഇപ്പോഴും പറയും, ഇപ്പോഴും അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. കാരണം എനിക്കത് ഇഷ്ടമാണ്, ബാക്കിയുള്ളവർക്ക് ഇഷ്ടമായി. നമുക്കൊരു സാധനം ഇഷ്ടപ്പെട്ട അത് പ്രൊട്ടക്ട് ചെയ്യാം. പ്രൊട്ടക്ട് ചെയ്യലിന്റെ ആവശ്യമില്ല, അതെനിക്കിപ്പോൾ ഇഷ്ടമായി. അല്ല ഞാൻ പറയുന്നത് അത് വേറൊരാളുടെ അഭിപ്രായം കേട്ടിട്ട് ഞാനത് മാറ്റേണ്ട കാര്യമില്ല എന്നുള്ളൊരു സാധനമുണ്ട്. വേറൊരാളുടെ അഭിപ്രായം ആവാൻ പാടില്ലല്ലോ എൻ്റെ അത് അഭിപ്രായം. തന്നെ. അത് കുറേ പേർക്കുണ്ട്. ഇപ്പോൾ ഈ ഏറെ പോണ കാര്യം പറഞ്ഞതുകൊണ്ടാണ് കുറേ പേർക്ക് ഇപ്പോൾ സിനിമ കണ്ടിറങ്ങുന്ന കുറേ പിള്ളേരെന്നല്ല ഓഡിയൻസിലും ഇത് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ നമ്മളൊരു 10 പേര് കൂടുമ്പോൾ നമ്മളൊരു 9 പേരും അപ്പടം കൊള്ളില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ ഒരു മടിയാ. നമുക്ക് ഇഷ്ടമാണെങ്കിൽ പറ്റില്ല, നമ്മളെന്താക്കും, ശരിയാവില്ലല്ലോ എന്നുള്ള. നീ ഒരു മണ്ടനാണ് നിനക്ക്. പക്ഷെ ആ സ്റ്റാൻഡിലാണ് എന്താണ് നമ്മുടെ സ്റ്റാൻഡ്, നമ്മുടെ ഐഡന്റിറ്റി എന്താണ്. കോക്കിന്റെ വായു സഞ്ചാരം എങ്ങനെയാണ്? എയറിലേക്കുള്ള പോക്ക് എങ്ങനെയാണ്? ആ സിറ്റുവേഷനെ മാനേജ് ചെയ്യുക? എനിക്ക് അങ്ങനെ പോക്കില്ല. കാരണം വെച്ചാൽ ഞാൻ താമസിക്കുന്ന തന്നെ എയറിലാണ്. കാരണം ഞാൻ ഈ പരിപാടി രാജീവ് പറഞ്ഞ പോലെ അങ്ങനെ ഒരു അബോധാവസ്ഥ, എപ്പോഴും ഇങ്ങനെ ഒരേ അബോധാവസ്ഥ. ഈ എയറിൽ വിടാനുള്ള പരിപാടി എന്നെ കണ്ടുപിടിച്ച് ഞാനാ. ലൈക്ക് എൻ്റെ സ്കൂൾ അങ്ങനെയാ. സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളർന്നു വന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എയറിൽ വിടുന്നുള്ള സംഭവം തന്നെ സെറ്റപ്പ് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ വെച്ചാൽ എനിക്ക് അതൊന്നും ഒരു വിഷയമായില്ല. എനിക്കെന്ന് വെച്ചാൽ ഐ ഡോണ്ട് കെയർ. വെച്ചാൽ കാരണം വെച്ചാൽ ഇത് എനിക്ക് ഹരോ അല്ലേ വിഷയം. കാരണം വെച്ചാൽ ഞാൻ ഇതിൽ അതായത് നമ്മളിങ്ങനെ നീന്തി കളിക്കൂലേ, ഞാനായിട്ട് ഏതാ പടത്ത് പറയാനുണ്ട്, ഇത് ഞാൻ ഇതിൽ നീന്തി കളിച്ചു ആറാട്ടുകയാണ്. അപ്പൊ എന്നെ നേരെ കയറ്റാൻ പറ്റില്ല. വെച്ചാല് ഇവര് ആക്ച്വലി ഏറെക്കാറ്റുന്ന ആൾക്കാർ വിചാരിക്കുന്ന വെച്ചാണ് ഏറെക്കാറ്റാണെന്ന്. പക്ഷെ ഇങ്ങനെ മറ്റേ SJ സൂര്യാണ് മറ്റേ. ഞാനത് രസിക്കുക. കാരണം വെച്ചാല് ഇത് ഞാൻ കണ്ടുപിടിച്ച സംഭവത്തിനകത്ത് കണ്ടുപിടിച്ച വെച്ചാൽ അങ്ങനെ ഞാൻ പറയുന്നത്, ഞാൻ പ്രാക്ടീസ് ചെയ്ത കണ്ടുപിടിച്ച ഒക്കെ മാറ്റി ഞാൻ പ്രാക്ടീസ് ചെയ്ത സ്ഥാനത്തകത്ത് ഇവര് വന്ന് എനിക്കിടുന്ന പണിയെ നോക്കോ. അപ്പൊ അതെനിക്ക് വിഷയമേ അല്ല. എന്നെ എയർ കയറ്റാൻ പറ്റുകയില്ല. എയർ എന്ന് പറഞ്ഞ സംഭവം എനിക്കില്ല. കാരണം ഞാനാണ് എയർ. പിന്നെ എന്നെ എങ്ങനെ എയർ കയറ്റാനാ? രജനീകാന്ത് പറഞ്ഞ പോലെ നീ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ. എന്നെ എയർ കയറ്റാൻ വേണ്ടി ഒരാളും കേരളത്തില് ഇതുവരെ ഉണ്ടായിട്ടില്ല. വളർന്നിട്ടില്ല ഒരു പക്ഷേ ഏറ്റവും ആദ്യകാലം മുതൽ തന്നെ എയറിൽ കയറി, അതായത് ഞങ്ങളെക്കാൾ കൂടുതൽ എയറിലേക്ക് യാത്ര ചെയ്യാൻ സാധിച്ച ഒരാള് ആദ്യത്തെ വിസിറ്റർ. പക്ഷേ ഇപ്പം ഞാൻ ഇതിന്റെ ഒരു ഇന്റൻസിറ്റി നോക്കുമ്പോഴേ നമ്മൾ ഈ UV ലെയർ ഓസോൺ ലെയറിന്റെ താഴെ വരെ എത്തിയിട്ടുള്ളൂ. മറ്റേ സ്ഥലം എത്തിയിട്ടില്ല. പക്ഷെ ഈ ഫാക്ച്വൽ എറർ കൊണ്ട് പണ്ടൊക്കെ എനിക്ക് ഫാക്ച്വൽ എറർ വരുമായിരുന്നു. പേരൊക്കെ തെറ്റിയിട്ട് എന്നോട് ഒരു ആക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ പേര് തെറ്റിച്ചാണല്ലോ പറഞ്ഞത്. പണ്ട് കുറെ മുമ്പ് പരിചയമുള്ള ആളാണ്. ആരെയും പോയത് ഇമ്രാൻ ഹാഷ്മിയോ അതോ അല്ല ഒരു സെക്കൻഡ്, ഇമ്രാൻ ഹാഷ്മി മറ്റേ പേര് ഹിമേഷ് ഹാഷ്മി അല്ല, നടന്റെ പേര് ഡയറക്ടർ പേര് മാറിപ്പോവില്ലേ? നമ്മൾ പറയാണ്ടിരുന്നാ പോരെ. ഈ ഡ്രൈവർ ചേട്ടൻ പറയാൻ പോണതല്ലേ പ്രശ്നം. പക്ഷേ സൂപ്പറായിരുന്നു. അല്ല ഡ്രൈവർ ചേട്ടൻ ഞാൻ ഒറ്റക്കല്ല പോയത്, ഇങ്ങനെ ഇതില് അങ്ങനത്തെ ഇപ്പം സ്വാഭാവികമായിട്ട് സംഭവിക്കാറില്ല. പക്ഷേ ഈ നമുക്ക് നേരത്തെ പറഞ്ഞ സാധനമാണ് ഈ സിനിമകൾ നമുക്ക് നന്നായി ഇഷ്ടപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഡിയർ ഫ്രണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. സോളോ എനിക്ക് പണ്ടോളൂ. സോളോ ഞാൻ പോസിറ്റീവ് കൊടുത്തിട്ട് ഫ്രണ്ട്സ് വരെ എന്നെ തെരുവിളിച്ചിട്ടുണ്ട്. ഞാൻ കൃപയെന്ന് ഇറങ്ങി കഴിയുമ്പോൾ കണ്ടവരെല്ലാം ഒരു ഇതെന്ത് പടമാണ് അങ്ങനെ. പക്ഷെ ഞാൻ സോളോ റിപ്പീറ്റ് കാണുന്ന ഒരാളാണ്. അങ്ങനെ പോയിട്ടില്ല. ഞാൻ പറയാം വലിയ രീതിയിൽ അങ്ങനെ അറ്റാക്ക് ഉണ്ടായി അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങള് പോസിറ്റീവ് പറയുമ്പോ റിവ്യൂവേഴ്സ് ഉണ്ടാവും. സുധീഷിന്റെ പ്രൈം ഇയേഴ്സ് എന്ന് പറയുന്നത് ആ കൊറോണയ്ക്ക് ശേഷമാണല്ലോ ഈ ഇതിന് യൂട്യൂബിനൊരു ബൂം വന്നത്. എല്ലാരും നമ്മൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുന്നതിന് പകരം യൂട്യൂബ് എടുത്തിട്ട് റിവ്യൂ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുന്ന രീതിയിലേക്ക് പോയത് കൊറോണയ്ക്ക് ശേഷം. സുധീഷ് നിന്നിരുന്ന ഒരു ടൈം എന്ന് പറയുന്നത് അതിന്റെ തൊട്ട് മുന്നെയാണ്. ഈ പറയുന്ന എന്താ അതായത് മലയാളം റിവ്യൂ എന്ന് ടൈപ്പ് ചെയ്താലേ സുധീഷ് പയ്യന്നൂരെ വരണം. ഞാൻ ഈ മറ്റേ പക്ഷെ അന്ന് പിന്നെ റിവ്യൂ ചെയ്ത് ആരും ഇപ്പൊ ചെയ്യുന്നില്ല. അഭിജിത്ത് അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു. ഞാൻ തുടങ്ങുമ്പോ നിങ്ങളും അഭിജിത്തും ആണ് മെയിൻ. പിന്നെ മൂസ
പക്ഷെ അവരാരും ഇപ്പം മൂവി മൂസ മറ്റേ ഇപ്പൊ എന്തോ മറ്റേ റോക്കറ്റ് എന്തോ സാധനം വിട്ടോണ്ടിരിക്കും. അല്ല ഒരു അല്ല, ടെക്നോളജി എന്തോ ടോയ്സിന്റെ ഒക്കെ അങ്ങനെ എന്തോ ഒരു പരസ്യമൊക്കെ ഉണ്ടായിരുന്നു ഇൻസ്റ്റയിൽ ഇങ്ങനെ. ബ്രോഡ് മറ്റേടാ മറ്റേ ഡ്രോൺ അതന്നെ ഹെലികോപ്റ്റർ മൂസ വിട്ടോണ്ടിരിക്കുന്നത്. തന്റെ വായു സഞ്ചാരമൊക്കെ എങ്ങനെയാ? ഈ നാക്ക് പിഴ വെച്ച് എയറിലേക്കുള്ള എയർ ഫ്ലോ തിരൂര് കേൾക്കണം. നാക്ക് പിഴ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഷൂട്ട് ചെയ്യണ സമയം എഡിറ്റ് ചെയ്യണ സമയത്ത് എവിടെയാണോ ഞാൻ വീഡിയോ കട്ട് ചെയ്തത് അത് മാത്രമേ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ, മൊത്തം കേൾക്കാൻ. അതുകൊണ്ട് തന്നെ പല നാക്ക് പിഴ. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് സിനിമ വന്ന സമയത്ത് വാഴയിൽ ഒരു തിയേറ്റർ വെച്ചിട്ടുള്ള ഒരു സീനുണ്ട്. അതിനെ ഞാൻ പറഞ്ഞത് ഹോസ്പിറ്റൽ സീൻ എന്നാണ്. ഇതുപോലെ അല്ല, അത് ഏറിപ്പോയില്ല, സ്ഥിരമുള്ള സാധനമാണ്. ഇത് സ്ഥിരം വരുന്നതാണ്. ഏറിപ്പോയത് നമുക്ക് ശരിയാക്കാം. ഏറിപ്പോയ സാധനം വീഡിയോന്റെ അടിയിൽ വരും, എന്താ പറയാ, ഈ ഇന്റർവ്യൂ കണ്ടിട്ട് വന്നവരുണ്ടോ. നമുക്ക് പോവാം. അതിന് മാത്രം ഇത് സെറ്റപ്പ് സാധനം. ഇത് ഫ്ലോയിൽ വരുന്നേ. ഒരു സിനിമ ചത്തപ്പച്ച. ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുന്നൊരു ദിവസമായിരുന്നു. അപ്പം ഞാൻ ഈ സിനിമ കണ്ട് ഇറങ്ങി. എനിക്ക് കംഫർട്ടബിളായിട്ട് റിവ്യൂ ഉള്ള സ്ഥലമുണ്ട്, കൃപ തിയേറ്ററിൽ നിന്നാണ് കാണുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് 2 എക്സിറ്റേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു മോക്ക് ഡ്രില്ല് എന്തോന്നും പറഞ്ഞുകൊണ്ട് ഈ 2 സൈഡും അടച്ചു കളഞ്ഞു. എനിക്ക് അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും പോകാൻ. ഞാൻ നട റോഡിൽ സ്റ്റക്കായിപ്പോയി. നമുക്ക് വീഡിയോ ചെയ്യണം എന്നുള്ള സാധനം വെച്ചിട്ട് എന്നാൽ പിന്നെ റോഡ് സൈഡ് ചെയ്യാൻ കൊണ്ട് ഭയങ്കര മൂത്രം നട്ടോടെ ഇന്ന് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ റോഡ് റെയിൽവേ ട്രാക്കിന്റെ മുന്നിൽ കൂടി ഈ സംഭവം ഇടയ്ക്കിടയ്ക്ക് ഈ റോഡ് ഓപ്പൺ ആയെന്ന് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല, ആ വീഡിയോ കാണുമ്പോൾ അറിയാം. ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഈ മുജീബ് മജീദിനെ പറഞ്ഞു പോവുകയാണ്. പറഞ്ഞു പോയതിൻ്റെ ഇടയിൽ ഈ ശങ്കർ എസ് ലോയിൽ വന്നു. ആ സമയത്ത് ഞാൻ ഓൾറെഡി അതിൽ അഭിനയിച്ചിട്ടുള്ള കുട്ടി ഏത് പടത്തിനാണ് ചെയ്തിട്ടുള്ളത്, സിനിമാറ്റോഗ്രാഫറോ ആരായിരുന്നു, എന്തോ ഇതൊക്കെ ഞാൻ പഠിച്ചു വെച്ചില്ല, എഴുതി വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ സാധനം പറയാനിടയ്ക്ക് ഞാൻ മുജീബ് മജീദിനെയാണെന്ന് എൻ്റെ ഉപബോധ മനസ്സിൽ പറഞ്ഞിട്ട് മച്ചാരെന്നും കൂടി പറഞ്ഞു. ശങ്കർ എസ് അല്ലോ എന്നൊരു മച്ചാരാണ് ചെയ്തത്. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അർഹിക്കുന്നു, ഞാൻ വാങ്ങിക്കുന്നു, സന്തോഷമുള്ളൂ. ഇനി മേലെ ഇങ്ങനെ കാണിക്കത്തില്ലല്ലോ. അതിൽ തന്നെ ഞാൻ റോഡിൽ നോക്കിയിട്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിനിമയിൽ പോയ സാധനം ഒരു സിനിമ, ഒരു കളിക്കുടുക്ക ലെവലിലുള്ള കുട്ടിയൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സിനിമ ഞാൻ കണ്ടു. അതിന് അതിന്റെ 3D എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന്റെ വിഷ്വൽ എനിക്ക് ഭയങ്കരമായിരുന്നു. ആ ഒരു ഇതിൽ അതിനപ്പുറം ഞാൻ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ ഞാനൊരു ആക്ടർ എന്ന നിലയ്ക്കല്ല ഞാൻ കാണുന്നത്. നമ്മളെ ഒരു ചേട്ടൻ, പുള്ളി ഏതെങ്കിലും സീന് കയ്യിൽ നിന്ന് പോകുമെങ്കിൽ ടെൻഷൻ അടിച്ചാണ് ഞാൻ സിനിമ കാണുന്നത്. അങ്ങനെ ഒരു ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ നമ്മളൊരാൾ നിന്ന് പെർഫോം ചെയ്യുന്നു, പാട്ട് പാടാൻ പോകുമ്പം കുളവാക്കോ, ഈ ടെൻഷൻ ഉണ്ട്. അങ്ങനെയുള്ള ഒരാൾ സിനിമ ചെയ്ത സമയത്ത് അദ്ദേഹം ചെയ്ത സിനിമ എന്നുള്ള സാധനം എൻ്റെ മനസ്സിലുണ്ട്. ആ പ്രശ്നങ്ങളൊന്നും എൻ്റെ തലയൊന്നുമില്ല. ഞാൻ ആ സിനിമയ്ക്ക് പോസിറ്റീവ് കൊടുത്തു, അത്ര കൊടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ. അത് പക്ഷെ നല്ല ഏറിപ്പോയി. അതിന്റെ ഒരു രക്ഷപ്പെട്ടു പോയ ആൾക്കാർ ഉണ്ട് ഇവിടെ. അത് കുറച്ച് നെഗറ്റീവ് പറഞ്ഞു, അതുകൊണ്ട് എത്താത്ത. എന്നാലും പടം കൊള്ളാതിന്റെ പറഞ്ഞ് ഞാനും അത് തന്നെ. അതിന്റെ ഓഡിയൻസിന് ഇഷ്ടപ്പെടും. വല്ല കാലത്തൊക്കെ സിനിമ കാണുന്ന ആളുകൾക്ക് ഓക്കെയാണ്. രണ്ട് പോസിറ്റീവ് അല്ലേ, രണ്ട് പോസിറ്റീവ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഉണ്ണി 2 പോസിറ്റീവ് ആയി. ഭരദ്വാജൻ എന്തുകൊണ്ട് പോസിറ്റീവ് പറഞ്ഞത്. പിന്നെ ഫിൽമി ഷെക്ക് ഉണ്ട്. ഫിൽമി ഷെക്ക് പോസിറ്റീവ് ഇട്ടിട്ട് അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തു. എനിക്ക് ഏറെന്നുള്ളതല്ല, ഞാൻ ലൈഫിലാകെ ഒരു റിവ്യൂ ചെയ്ത ഒരേ ഒരു പടം മുംബൈ പോലീസാണ്. കാരണം അന്ന് 2 പടങ്ങളായിരുന്നു റിലീസ്, മുംബൈ പോലീസും ഹോട്ടൽ കാലിഫോർണിയ. ഈ 2 പടം. അപ്പം മുംബൈ പോലീസും ഹോട്ടൽ കാലിഫോർണിയാണ് റിലീസ്. ഞാൻ രാവിലെ പോയിട്ട് മുംബൈ പോലീസ് കാണുന്നു. ഇത് കഴിഞ്ഞാൽ അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ റിവ്യൂവിന് പോയിന്റ് ഒക്കെ ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അടുത്ത പടം കാണാൻ പോകും. ഈ 11 മണിയുടെ ഷോ കഴിഞ്ഞാൽ അടുത്ത 2:30 പോവാന്ന് പറയുന്ന പോലെ പഴയ കോർണേഷൻ തിയേറ്ററിൽ നിന്ന് രാധാ തിയേറ്ററിലേക്ക് പോയിട്ട് അവിടെ നിന്ന് അടുത്ത പടം കാണുന്നു എന്ന് പറയുന്ന പോലെ നമ്മൾ ബാക്ക് ടു ബാക്ക് എല്ലാം തീർക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു സ്പീഡിൽ ഇത് ചെയ്യണം എന്നുള്ളൊരു ഇതിൽ പെട്ടെന്നാണല്ലോ ചിന്തിക്കുന്നത്, കഥ പ്രോസസ് ചെയ്യുന്നത്. അപ്പം ഇത് ലോജിക്കില്ലല്ലോ എന്നുള്ള പോലെ തോന്നി. പൃഥ്വിരാജ് തന്നെയാണ് ചെയ്തതെങ്കിൽ പൃഥ്വിരാജ് എന്തിനാണ് ഇത്രയും ബിൽഡപ്പ് ഒക്കെ ഇടുന്നത് എന്നുള്ള പോലെ ഇത് വന്നു. അപ്പം ഞാനത് പോസ്റ്റ് ചെയ്തു. ഹോട്ടൽ കാലിഫോർണിയ പോയി കണ്ട സമയത്ത് അതൊരു ഈ പറയുന്ന പോലെ ഒരു തരം ഡാർക്ക് കോമഡി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനമായിരുന്നല്ലോ അത്. അപ്പം അതെനിക്കൊരു എൻജോയബിൾ കോമഡി പടം എന്നുള്ള പോലത്തെ ഒരു ഫീല് വന്നു. ഇത് ഞാൻ ആവറേജ് എന്നും പറഞ്ഞു അതിനൊരു എൻജോയബിൾ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഒരുപാട് കമൻറ്റും കാര്യങ്ങളും ആയിരുന്നു. നമുക്കന്ന് ഫേസ്ബുക്ക് പേജിൽ വരുന്ന കമൻറ്റിൻ്റെ എണ്ണത്തിനൊരു പരിധിയുണ്ട്. ഇത് വളരെ അധികം കമൻറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നു. അപ്പം ഞാൻ തന്നെ മനസ്സിലൊന്ന് ഫുൾ ആ പടം ഒരു റിവൈൻഡ് ചെയ്യുന്ന പോലെ ആലോചിച്ച് നോക്കി. അപ്പം ഞാൻ പറയുന്ന ലോജിക്കൽ എറർ ആലോചിച്ച് ഓക്കെ, അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. മറ്റേ എന്താ പറയുക,
ഇത് ചെയ്തത് മറ്റേ ആന്റണി മോസസ് എയും ബിയും ആണല്ലോ, ഇത് ബി ആണ്, ഇത് എ ആണ്, ഇതാണെന്നൊക്കെയുള്ള കാര്യം മനസ്സിലായി. അപ്പം ഞാനത് ഇതാക്കിയിട്ട് ഈവൻ ആ റിവ്യൂവിൻ്റെ തുടക്കത്തിൽ വരെ ഞാനിത് മാറ്റി എഴുതുന്ന റിവ്യൂ ആണ്. ഇതിൻ്റെ മുമ്പിൽ ഒരു റിവ്യൂ ഞാൻ ആകെ ഈ മൊത്തം 2011 തൊട്ട് 26 വരെ ചെയ്തിട്ടുള്ള പരിപാടിയിൽ മാറ്റി എഴുതിയ ഒരേ ഒരു റിവ്യൂ അതാണ്, മുംബൈ പോലീസ്. അതിന്റെ ശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ എല്ലാ പടവും കണ്ടു കഴിഞ്ഞ് റിവ്യൂ എഴുതിയതിന് ശേഷമേ, ഫുൾ റിവ്യൂ എഴുതിയതിന് ശേഷമേ അടുത്തൊരു പടം കാണുമെന്നുള്ളത് തീരുമാനിച്ചു. ഇതേ സംഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാനും ഒരു സിനിമ കണ്ട് അതിന്റെ റിവ്യൂ ഇട്ടതിന് ശേഷം അടുത്ത പടം കാണുള്ളൂ. അത് ഈ സിനിമകൾ തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കുറവാണെങ്കിൽ പോലും. എന്നാൽ ഒരിക്കൽ ഇതുപോലെ എനിക്ക് പറ്റിയിട്ടുണ്ട്. എലോണും തങ്കവും ഒരു ദിവസം റിലീസായിരുന്നു. ഞാൻ രണ്ടും കണ്ടിട്ടാണ് റിവ്യൂ ഇട്ടത്. റിവ്യൂ ഇട്ട് കഴിഞ്ഞ സമയത്ത് എലോണൊന്നും ഫുൾ പോസിറ്റീവ് ഒന്നും അങ്ങനെയൊന്നുമല്ല. തങ്കവും ഇതും വെച്ച് നോക്കുമ്പോൾ എലോട് ഇത്തിരി പൊങ്ങിക്കും പോലെ തോന്നി. ഭയങ്കര ആ വീഡിയോ ഒക്കെ റീച്ച് ആവുന്നതിന് മുമ്പേ ഞാൻ റിവ്യൂ കണ്ടിരിക്കണം. നമ്മുടെ ഈ കൂട്ടത്തിൽ എനിക്കൊന്നും സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ പബ്ലിക്കായിട്ട് റിവ്യൂ ഇടുന്നു എന്ന് പറഞ്ഞ പരിപാടിയിൽ ഫസ്റ്റ് തുടങ്ങി വെച്ച സബ്സെ സീനിയർ ആദ്മി ഇദർ ഹേ അശ്വിൻ ഭരദ്വാജ്. അനാവശ്യമായ സീനിയോറിറ്റി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇത്രയും നേരത്തെ തുടങ്ങിയല്ലോ, ഈ റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞ ഒരു പേര് ഇപ്പോഴാണ് വന്നതെങ്കിലും ഈ പ്രൊഡ്യൂസേഴ്സിന്റെ ഭീഷണി അങ്ങനെയൊക്കെയുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, അതായത് സിനിമ റിവ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഭീഷണിയായി വന്നിട്ടുണ്ടോ? പഴയ ബോംബർ, പഴയ റിവ്യൂ ബോംബർ, വെറ്ററൻ ബോംബർ. ഇല്ല, ഭീഷണിയല്ല, പക്ഷേ ഇടയ്ക്ക് നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അതായത് ഒരു സങ്കടം പറച്ചിൽ പോലെ വരും. അപ്പം നമുക്ക് പറയുന്ന പോലെ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന പോലെ അതിൽ ഒരു ആ രീതിയിലാണ് പറയുക. നമ്മൾ കുറേ കഷ്ടപ്പെട്ട് ചെയ്തതാണ്. ഇതിപ്പോൾ എന്ത് സാധനവും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പാരഗൺ ഹോട്ടലിൽ ബിരിയാണി ഉണ്ടാക്കുന്നതും നല്ല കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. പക്ഷെ അതിന് ഉപ്പും പൊളിയും ഇല്ലെങ്കിൽ എല്ലാവരും പറയും. പക്ഷേ ഇത് സിനിമേൻ്റെ കേസിൽ എന്തോ ഒരു പ്രത്യേകത ഉള്ള പോലെയാണ്. ഞങ്ങൾ കുറേ പേര് കഷ്ടപ്പെട്ടിട്ടാണ്, ഇതാണ് ആ ഒരു ആംഗിളിലുള്ള റിക്വസ്റ്റുകളാണ് ഇവർ. അല്ലാതെ ഇതുവരെ ആരും അങ്ങനെ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം വന്നിട്ട് തെറിവിലൊന്നും കേൾക്കേണ്ടി വന്നിട്ടില്ല. കമന്റ്സിൽ വരുന്ന തെറിവിളി എന്ന് പറയുന്ന സാധനമുണ്ട്. പിന്നെ കമന്റ് വായിക്കാതിരുന്ന ആ പ്രശ്നം തീരും. അത് ആ ഒരു സാധനമേ ഉള്ളൂ. അല്ലാതെ ഈ ഡയറക്റ്റ് വിളിച്ച് ഭീഷണിപ്പെടുത്തുക, ഇതാക്കുക, അങ്ങനത്തെ ഒന്നുമില്ല. അഭിപ്രായ വ്യത്യാസം മാന്യമായിട്ടാണ് ഇതുവരെ എന്നോട് പറഞ്ഞുള്ളത്. പിന്നെ ഞാൻ അധികം ടെക്സ്റ്റ് ആകുന്നതുകൊണ്ടായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ടെക്സ്റ്റ് ആകുമ്പോൾ അതിൻ്റെ ഓഡിയൻസ് കുറച്ചുകൂടെ ചെറുതാണ്. അപ്പോൾ അവരെ ബിസിനസ്സിനെ വല്ലാതെ അങ്ങ് ബാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവർക്ക് ഈ തെറി വിളിച്ച് നമ്മളെ ഇൻറ്റിമിഡേറ്റ് ചെയ്യേണ്ട ഒരു സാധനം അതിൽ വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. റീലോഡ്, നിങ്ങൾക്ക് ഭീഷണി ഒന്നും വന്നിട്ടില്ല? റിവ്യൂ ബോംബിംഗ്, തെറിവിളി? പുള്ളിക്ക് ഹൈദരാബാദ് എന്നായിരിക്കും വരും. അതെ, പുള്ളിയുടെ റോസ്റ്റ് ആണല്ലോ. റോസ്റ്റിൽ കുറച്ച് വന്നിട്ടുണ്ട്. റോസ്റ്റിൽ ഭീഷണി വന്നിട്ടുണ്ട്? ഭീഷണിയല്ല, മാറ്റണം, കണ്ടന്റ് മാറ്റണം, പ്രത്യേകിച്ച് മലയാള സിനിമയിലാണ്. അതുകൊണ്ടാണ് ഞാൻ അന്യ നാടുകളിലേക്ക് പോകുന്നത്. മൂവി റിവ്യൂല് നമുക്ക് എല്ലാവർക്കും മറ്റേ OTT പോലും വരാത്തൊരു പടം ഉണ്ടല്ലോ, എല്ലാവർക്കും കോമൺ ആയിട്ടൊരു അത് മാത്രമേ ഉള്ളൂ. വേറെ അങ്ങനെ ബാക്കി പിന്നെ റോസ്റ്റാണ്. ഇട്ടത് കളയണം, അല്ലെങ്കിൽ വീഡിയോ സ്ട്രൈക്ക്. രണ്ടാം വട്ടം ഞാൻ പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നെ ഇട്ട്, അപ്പോഴും അവർ വിട്ടിട്ടില്ല. ഞാൻ അവർ മറന്നു നോക്കി വിചാരിച്ചിട്ട് കണ്ടന്റ് വെറുതെ ഇടണാണ്, ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല. സംഭവം മറ്റേ സാധനമാണ്, പുറലോകമാണ്. പിന്നെ നിങ്ങൾക്കല്ല ഇടയ്ക്ക് ഭീഷണിയുടെ നിറകുടം അശ്വന്തൊക്കെ മനനം ചെയ്തെടുക്കാം. ഏത് ഭീഷണി നമ്മൾ പറയണം? ഉണ്ണി ഇതിൽ സംബന്ധിച്ചാൽ ഇതിൽ പലതരം ഭീഷണികളുണ്ട്. ഒന്ന് ഇമോഷണലി ഭയങ്കര ഹൈ ഒക്ടീനായിട്ട് പെട്ടെന്ന് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സാധനം ഉണ്ടല്ലോ. അതായത് വെള്ളിയാഴ്ച ഒരു വീക്കെൻഡ് സിനിമ ഇറങ്ങുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇവര് ഇങ്ങനെ കൂടിയിരിക്കണമല്ലോ, മനുഷ്യന്മാരെ കൂടിയിരിക്കണം. ഇരിക്കുന്ന സമയത്ത് ഇവൻ ഇതിന് നെഗറ്റീവ് പറഞ്ഞു, അപ്പൊ ഇവനെ അങ്ങ് തീർത്ത് കളയാം, അല്ലെ ഇവനെ അങ്ങ് ഇതാക്കണേ പറഞ്ഞിട്ട് ആ ഒരു മൊമെന്ററി ആയിട്ട് വിളിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ എന്താ പറയാ, ഭയങ്കര ഗ്രഡ്ജ് വെച്ചിട്ട് ഇവനെ തീർത്തില്ല അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. സംഭവം എൻഡ് ഓഫ് ദ ഡേ എന്ന് വെച്ച് കഴിഞ്ഞാല് അത് വേണേ ഇപ്പൊ ഒരു കൊട്ടേഷൻ കൊടുത്തിട്ട് നമ്മളെ അങ്ങനെ പിടിക്കാം. പക്ഷെ എന്ന് വെച്ചാൽ ഇത് കേരളമല്ലേ, നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. കാരണം അത് ആരാണ് കൊടുത്തതെന്ന് പിടിക്കപ്പെടുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതില് പരിപാടി നടക്കാറില്ല. പക്ഷെ വൻ ഇമോഷണലി ആയിട്ട് നിന്നെ ലിഫ്റ്റ് കണ്ടടിക്കും, നിന്നെ തിയേറ്റർ കണ്ടിടിക്കും. ഇവരായി ഇമോഷണലി ആ മൊമെന്ററിലാണ് ഇവര് ഡിസിഷൻസ് എടുക്കുന്നത്. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു, അല്ലെ ഞാൻ ആ സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ ഇട്ടു എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഇവർക്ക് ഉണ്ടാവുന്ന ഒരു വെപ്രാളുണ്ടല്ലോ, അതിന് വലിയ വാല്യൊന്നുമില്ല. ഐ വിൽ ടെൽ യു ലോട്ട്സ് ഓഫ് എക്സാമ്പിൾസ്. അതായത് അന്ന് അവരങ്ങനെ വിചാരിച്ച സാധനം പിന്നെ കുറച്ച് അവർക്ക് തന്നെ റിയലൈസേഷൻ ഉണ്ടാവുന്നുണ്ട്. അന്ന് അങ്ങനെ പ്രതികരിച്ചത് അല്ല, അത് നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണെന്ന്
ഇവർക്ക് പിന്നെ റിലേഷൻ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ എന്തൊക്കെയാലും കേരളത്തിലായതുകൊണ്ട് ഞാനൊക്കെ ജീവിച്ചു പോകുന്നു. എനിക്കൊന്ന് യൂട്യൂബിൽ ഏറ്റവും നമ്മുടെ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും ആദ്യം തുടങ്ങിയത് ബീഷ് പയ്യന്നൂരാണ്. നിങ്ങൾക്ക് ഭീഷണി തെറിവിളി പിന്നെ അത് ഇപ്പം ഭീഷണി വരാൻ സാധ്യതയില്ല. കാരണം വെച്ചാൽ കുറച്ച് ലേറ്റ് ആണ്. ആ സിനിമയുടെ ഇത് ഓൾറെഡി നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ അഭിപ്രായം അറിയാൻ വേണ്ടി കാണുന്നവരാണ് കൂടുതൽ. പക്ഷെ മുമ്പ് ഈ സമയത്ത് ഇതുപോലൊരു സിനിമയ്ക്ക് വിളിച്ചു, നമ്പർ എടുത്ത് വിളിച്ചു, എവിടെ വീടെന്ന് വെച്ചാൽ ഞാൻ തിരുവനന്തപുരത്താന്ന് പറഞ്ഞു. എറണാകുളത്താണെങ്കിൽ എന്റെ കൊട്ടേഷൻ ടൈം ഉണ്ട്, എന്റെ കൈയും കാലും അടിച്ചു പൊളിച്ചതിനെ. ആ സിനിമയും കൂടെ ഓർക്കണേ. ആ സിനിമയും ജയിലുമായിട്ട് നമുക്കറിയില്ല. പരോള് നേരത്തെ പറഞ്ഞ പോലെ സ്ട്രൈക്ക് ചെയ്ത് റിമൂവ് ചെയ്യുകയും ചെയ്തു. അപ്പം സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇവർ കൊടുക്കുന്നത് പോസ്റ്റർ ഉപയോഗിച്ചു. ആ സമയത്ത് നമ്മൾ വിഷ്വൽ ഇടാറുണ്ടായിരുന്നു. വിഷ്വലിൽ ചെറിയ ട്രെയിലർ കട്ട്സ് ഇടാറുണ്ടായിരുന്നു ഇൻബിറ്റ്. അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ അന്ന് രാത്രി വീണ്ടും അപ്ലോഡ് ചെയ്തു. അതും സ്ട്രൈക്ക് ചെയ്ത് കളഞ്ഞ്. അപ്പൊ 2 സ്ട്രൈക്ക് ആയാലും 3ാമത്തെ ആയപ്പോൾ ഞാൻ ചാനലിൽ പോകുന്നതാണല്ലോ. അപ്പൊ പിന്നെ ഭയങ്കര വിഷയമായപ്പോൾ ഞാനത് FB-യിൽ എഴുതിയിട്ടു. അങ്ങനെ അത് അന്ന് TV പ്രസാദ് ഏഷ്യാനെറ്റ് വർക്ക് ചെയ്യുന്ന പുള്ളി അത് ഏഷ്യാനെറ്റിന്റെ ന്യൂസിൽ ഇങ്ങനെ പോയി, എന്നുവെച്ചാൽ ഓൺലൈൻ വെബിലൊക്കെ പോയി. അങ്ങനെ അതാണ് എൻ്റെ ഉള്ളത് ഏറ്റവും വലുത്. അല്ലാതെ ഈ കൊക്ക് പറഞ്ഞ പോലെ ഇമോഷണൽ ഇങ്ങനെ പറയും, എന്താ വെച്ചാൽ അങ്ങനെ ഇതാക്കിയല്ലോ എന്നുള്ളത്. അത് കുറെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു കുത്തലാണ്. അപ്പൊ അയ്യോ എന്ത് ചെയ്തു പറഞ്ഞാ അല്ല, നമ്മൾ കാരണം അവർക്ക് കിട്ടേണ്ടത് ഒരു ബിസിനസ് പോയി. നമുക്കായിട്ട് ഇറക്കിയൊരു സാധനല്ലേ അതെ, ആണ്. നമ്മള് പറഞ്ഞു വീട്ടുകാർക്ക് കാണിച്ചിട്ട് പിന്നെ അവര് ഹോം തിയേറ്ററിൽ കണ്ടോട്ടെ, സ്ക്രീൻ ചെയ്താൽ അത്രേ ഉള്ളൂ. നമ്മളെ കാണിച്ചോണ്ടാണ് റിവ്യൂ പറയുന്നത്. നമ്മൾ വെറുതെ കാണുമ്പോൾ നമ്മൾ പൈസ കൊടുത്തില്ല. പരോൾ സിനിമയുടെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അതിനുശേഷം അതിന്റെ ഡയറക്ടർക്ക് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, എഡിറ്റിംഗ് അറിയാത്തവനാണ് എഡിറ്റിംഗ് എപ്പോഴും സംസാരിക്കുന്നത്. അത് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഞാൻ റിവ്യൂവിന്റെ കേസ് പറയുമ്പം ഞാൻ തിയേറ്ററിൽ പോയിരുന്നിട്ട് നമ്മളെ ഒരു പരിഗണനയും തരാത്ത സിനിമകൾ വരുമ്പോഴാത്രമാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയണം. അല്ലെങ്കിൽ അവരൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ട്, ആ എഫേർട്ട് ചിലപ്പോൾ നമുക്ക് വർക്കൗട്ട് ആവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തീരെ പറയാറില്ല, എടുത്ത് കാണാൻ എന്നുള്ള സെറ്റിൽ പറഞ്ഞു. അതുകൊണ്ട് ഈ റിവ്യൂസിന് അങ്ങനെ ഭീഷണി വരാറില്ല. എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ ചുരുള കഴിഞ്ഞ സെറ്റിന് കിട്ടി. അതായത് വിജയ് ഫാൻസൊക്കെ ഇൻബോക്സ് നിന്നെ എടുക്കുവാടാ, തിരുവനന്തപുരത്തോടെ ഉള്ളടാ കമന്റ് ബോക്സിൽ അല്ലാണ്ട് മെസ്സേജ് അയച്ചിട്ട്, വോയിസ് മെസ്സേജ് അയച്ചിട്ട് ഇതിൽ കോമഡി ഞാൻ വിജയ് ഫാനാണ്. ഇതില് തിരുവിന് ഭീഷണി കിട്ടണമെങ്കിൽ ഒരാള് കോക്കാണ് കൊടുക്കേണ്ടത്. വികലമായിട്ട് അല്ല അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ശരിക്കും പറഞ്ഞാണ് നിങ്ങളെ അനുകരിച്ച് തിരുവനന്തപുരം ചെയ്ത വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അവലോകനം എന്താണ്? അത് എനിക്ക് ഉണ്ണി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കാരണം ഇവന് മൈന്യൂട്ട് ആയിട്ടുള്ള, അതായത് നമുക്ക് ഒരാളെ എന്താ പറയുക റാൻഡംലി നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാം, വീഡിയോ ചെയ്യാം. പക്ഷെ അതിന് നല്ല ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിക്ക്. അതായത് എൻ്റെ ചില പരിപാടികളുണ്ട്, ആ മൊത്തം പിടിച്ചിട്ട് ചെയ്തത്. ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ അങ്ങനെ നോർമലി ഒരാളെ ടാഗ് ചെയ്യൂ, ഒരു മറ്റേ സാധനം ഇടൂ, ഒന്നും ചെയ്യുന്ന ആളല്ല. പക്ഷെ തിരുവിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അതൊരു ഒന്നര സാധനമായിരുന്നു. അതിന്റെ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തെ കൊക്ക് നമുക്കൊരു ആവറേജ് കുഴപ്പമില്ലാത്ത തോന്നുന്ന പടങ്ങളൊക്കെ വലിച്ചെറിയും. ഇതിന്റെ ഒരു എനിക്കുണ്ടായിരുന്നു. അത് മാത്രമല്ല മെയിനായിട്ട് സൗദി വെള്ളയ്ക്കാന്നുള്ള സിനിമ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ആ സമയത്തുള്ള ഇതല്ല, സൗദി വെള്ളയ്ക്കാന്നുള്ള സിനിമ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്ത് ഇമോഷണൽ കണക്ട് ആയി. അങ്ങനെ ഫീൽ നിറഞ്ഞിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം രാത്രി വന്നിട്ട് റബ്ബർ ബാൻഡ് പടം തൊട്ട് ഇത് കണ്ടിട്ട് എന്താ പിന്നെ ഓർഡർ കൊടുക്കാതെ പറഞ്ഞിട്ട് ചെയ്തത്. പക്ഷെ രണ്ടാമത് ഉണ്ണിക്ക് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംഭവം ക്ലിക്ക് ആയപ്പോഴേക്കും ഞാൻ ഒരു പോൾ ഇട്ട് വെച്ച് അടുത്ത ആരെങ്കിലും വേണമെന്ന് ചോദിച്ചു. അപ്പോൾ അപ്പോൾ 10 പോളം കണ്ടുവിടാന്ന്, 5 കണ്ടുവിടാം. അത് അപ്പോൾ ഉണ്ണി വ്ളോഗ്സിന്റെ മോസ്റ്റ് ആ സമയത്താണ് ആ സമയത്താണ് ഇദ്ദേഹം അവതാറിന്റെ റിവ്യൂ 2 പ്രാവശ്യം ചെയ്തത്. അപ്പോൾ എനിക്കൊരു കണ്ടന്റ് അങ്ങനെയാണ് അത് വന്നു. എനിക്ക് പക്ഷെ എൻ്റെത് ഞാൻ അതിൽ ശ്രദ്ധിച്ച് ഞാൻ ആൻഡ് അത് തുടങ്ങുന്നത് അങ്ങനെയാണ് തുടങ്ങുന്നത്. ഇയാൾ അത് കറക്റ്റ് പിടിച്ച് ഇങ്ങനെ കഴിക്കും, അതെല്ലാം കറക്റ്റ് സാധനം പിടിച്ച്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് കിക്കിന്റെ മീറ്റിങ്ങിന് എന്തോ കണ്ടപ്പോഴാണ് അല്ല എനിക്ക് അതിൽ ഒരു പോക്കിന്റെ റെസ്പോൺസ് വന്നു. തനിക്ക് എങ്ങനെ എടുക്കുന്നത് എനിക്ക് അറിഞ്ഞൂടായല്ലോ. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിനെ കാണുമ്പോൾ സുരാജിന്റെ മീമുണ്ടല്ലേ. പക്ഷെ നമ്മള് ഒബ്സർവ് ചെയ്തിട്ട് ചെയ്താണല്ലോ, ചുമ്മാ ഫ്ലൂക്ക് അടിച്ചല്ല, നല്ല എഫേർട്ട് ഉണ്ട്, ഭയങ്കര ഒബ്സർവേഷൻ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല, മുമ്പൊരിക്കൽ സുമേഷ് പൈനൂർ എന്ന് പറഞ്ഞിട്ട് FB-ൽ എനിക്ക് കിട്ടുന്നു. മൈസൂർ സുമേഷ് പൈനൂർ, മൈസൂർ മീഡിയ. അതെ പണ്ട് അന്തകാലത്ത് സുരക്ഷ നോക്കിയിട്ടുണ്ടേ, അടിപൊളി. അത് അന്തകാലത്ത് തെറിവിളിയുടെ സാധനം എനിക്ക് ആവശ്യത്തിന് തെറിവിളി. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇമോഷണൽ സാധനം
വരുന്നതാണ് കൂടുതൽ. നമുക്കറിയാം, വിളി വരുമ്പോഴേ അറിയാം ഇത് ഈ കാര്യത്തിനാണ് വിളിക്കുന്നത്. ഞാൻ മിക്കവാറും എടുക്കാറില്ല. പിന്നെ കോൾ റെക്കോർഡ് ചെയ്യും എന്നുള്ളത് കൊണ്ട് വാട്സപ്പ് കോൾ വിളിക്കുന്ന ബുദ്ധിമാന്മാരുണ്ട് നമ്മുടെ മുന്നിൽ. എൻ്റെ മുമ്പിൽ ഇപ്പൊ ഈ കാണുന്ന പോലെ എപ്പോഴും ക്യാമറ ഓൺ ആയിരിക്കും റൂമിൽ. ഞാൻ വാട്സപ്പ് കോൾ വന്ന് ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ട് റെക്കോർഡ് എടുക്കുള്ളൂ. കാര്യം ഇവരെന്താണ് പറയാൻ പോകുന്നത്, നാളെ എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നത്. ചിലപ്പം ഞാൻ അങ്ങോട്ട് പറയുന്നത് മാത്രം അവർ അപ്പുറത്ത് നിന്ന് റെക്കോർഡ് ചെയ്തിട്ട് അവസാനം നമുക്കൊരു ബാധ്യതയാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാം റെക്കോർഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സങ്കടം പറയുന്നത് നമുക്ക് മനസ്സിലാവും. ഒരുവിധപ്പെട്ട സങ്കടം പറച്ചിലൊക്കെ ഞാൻ കേൾക്കും. ആണോ, ഓക്കെ, ആ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് റിലീസായ ഒരു ത്രില്ലർ എന്ന് പറഞ്ഞു വന്നൊരു സിനിമയാണ്. ഐ മീൻ ത്രില്ലറാണ് ആ സിനിമ എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ വിളിച്ചിട്ട് പുള്ളി പറഞ്ഞത് മുഴുവൻ മനുഷ്യനും പ്രകൃതിയും അനുഗ്രഹിച്ചാൽ, ദൈവവും പ്രകൃതിയും അനുഗ്രഹിച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എന്തൊക്കെയോ സാധനം പറയാം. എന്നിട്ട് ആ സിനിമയുടെ കോ പ്രൊഡ്യൂസറിന്റെ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് പറഞ്ഞിട്ട് നീ അങ്ങനെ ചെയ്തത് ശരിയായില്ല, ഇങ്ങനെ പക്ഷെ നിനക്ക് ചെയ്യാം, നിനക്കെല്ലാം സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ നീ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി കുറേ നേരം. അപ്പം അങ്ങനത്തെ സാധനമൊക്കെ നമ്മൾ കേട്ടിരിക്കും. ഇത് മറ്റേ അപ്പം അതൊക്കെ വരും. പക്ഷെ ഇമോഷണലി പ്രതികരിക്കുമ്പോഴും ഈ പരിധി വിട്ടിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മളത് വിട്ട് കളയേണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ വിളിച്ച് തെറി വിളിക്കുന്നത്, നിങ്ങളൊരു വർക്ക് ഇറക്കി അതെനിക്ക് ഇഷ്ടമായില്ല, ഞാൻ ഇഷ്ടമായില്ല എന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞു. പബ്ലിക്കായി പറയാൻ കൊള്ളൂലാത്ത വാക്കുകൾ എന്നെ വിളിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ട് തെറിവിളിയാണ് എങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്യാന്നുള്ളത്. സങ്കടം പറച്ചിൽ എനിക്ക് മനസ്സിലാവും, ഞാനിരുന്ന് കേൾക്കും. ഭീഷണി ഇതേപോലെ വന്നിട്ടുണ്ട്, നീ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ വരും. അത് കുറച്ച് ഫേമസ് ആണല്ലോ. അത് വേറെ വന്നിട്ടുണ്ട്, അത് ഒരെണ്ണം. അതിലെനിക്ക് ആ തെറിവിളിയിൽ ഉപയോഗിച്ച വാക്കിലുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാനത് കൊടുത്തത്. അത് കൂടാണ്ട് കുറെ ഭീഷണികൾ സാധനങ്ങളൊക്കെ വരാറുണ്ട്. ഇതിൽ ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവർ ഇമോഷണൽ ആവുന്നതിനേക്കാൾ ഇവരുടെ കൂടെ ഇരിക്കുന്നവരൊക്കെ എരികേറ്റുന്നത്. അതായത് ഗംഭീര സിനിമയാണ് നമ്മുടെ സിനിമ, സൂപ്പർ പടമാണ്, പക്ഷെ അവൻ മാത്രമാണ് ഇത് പ്രശ്നം ഉണ്ടാക്കുന്നത്, നമുക്ക് അവനെ ശരിയാക്കണം എന്ന് അവരോട് പറയുമ്പോൾ അതിൽ നിന്ന് എരികേണ്ടിട്ടാണ് ഇവർ വിളിക്കുന്നത്. അങ്ങനത്തെ വരാറുണ്ട്. എന്തായാലും തെറിവിളി എല്ലാവരും കേൾക്കുന്ന പോലെ തന്നെ. ഓഫ് കോഴ്സ്. പിന്നെ തെറിവിളി ഏറ്റവും കൂടുതൽ നമ്മളെ പ്രൊഡ്യൂസേഴ്സ് വിളിക്കുന്നതിനേക്കാൾ കമൻറ്റ് ബോക്സിലാണ് വരുന്നത്. അവർക്ക് ഇഷ്ടമായ സിനിമ നമുക്ക് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാലോ, അവർക്ക് ഇഷ്ടമല്ലാത്ത സിനിമ നമുക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞാലോ എന്തായാലും തെറിവിളി വരും. ഓരോരുത്തരുടെ പ്രോസസ്സ് എങ്ങനെയാണ്? അതായത് നിങ്ങളൊരു പടം കാണുമ്പോൾ, ഞാൻ എൻ്റെ ഫ്രണ്ടിനെയും കൊണ്ട് പോയ സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ് അധികവും പോകുന്നത്. അപ്പോൾ റെയർലി സുഹൃത്തുക്കൾ ഇതുണ്ടായി വരും. അപ്പം വന്നിരുന്ന സമയത്ത് എന്നോട് ചോദിച്ച് ഇത് സെൻസർ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ വന്നപ്പോൾ അല്ല തുടങ്ങുന്നില്ലേ, ഞാൻ പറഞ്ഞു എന്ത് അല്ല പേപ്പറും പെന്നും എടുത്തിട്ട് ഇരിക്കുന്നില്ലേ എന്നുള്ള പോലെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഓരോരുത്തരുടെയും പ്രോസസ്സ് ലൈക്ക് ഇതേപോലെ നോട്ട് ചെയ്ത് വെക്കാനോ എന്തിനെങ്കിലും നിൽക്കാറുണ്ടോ? എഴുതുമ്പോൾ എങ്ങനെയാണ്, സോറി നിങ്ങളെല്ലാം വീഡിയോ ആകുമ്പോൾ എങ്ങനെയാണ്, ജസ്റ്റ് പോയിരുന്ന് സംസാരിക്കുകയാണോ അതോ ബുള്ളറ്റ് പോയിന്റ്സ് എന്തെങ്കിലും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കും? ഞാൻ പേഴ്സണലി വീഡിയോ റിവ്യൂ ചെയ്യുന്നത് ഒരു എൻറ്റയർ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ്. ഞാൻ ഇംഗ്ലീഷിൽ എൻ്റെ വെബ്സൈറ്റിന് വേണ്ടി എഴുതിയതിനെ ബേസ് ചെയ്തിട്ട് ഒരു മലയാളം സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് നോക്കിയിട്ട് വായിക്കുക തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർ ഇവിടെ ഉള്ളതും കുറച്ചുകൂടെ ഒരു ഇംപ്രോംപ്റ്റു ആണ്. അതായത് നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ടല്ല വരുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ പ്രോസസ്സ് എങ്ങനെയാണ്? ഉണ്ണിയിൽ തന്നെ അവിടെ നമ്മൾ ഈ പറയുന്ന പോക്കിൻ്റെ ഭാഷയിലുള്ള മലങ്കൾട്ട് പടമാണെങ്കിൽ അങ്ങനെയാണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും കൗണ്ടർ ഡയലോഗ് വരുമ്പോൾ, അതായത് ഇത് എല്ലാ സിനിമാ സ്നേഹികളും, അതായത് തിയേറ്ററിൽ ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ പറ്റാത്ത അത്രയും ഇതായിട്ടുള്ള സിനിമാ സ്നേഹികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഫോണിൽ ബ്രൈറ്റ്നസ്സിന് ഒരു സ്ലൈഡർ ഉണ്ടല്ലോ, എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ്. ആ സ്ലൈഡർ നമുക്ക് പൊക്കാനും താഴ്ത്താനും പറ്റും. അപ്പോൾ ബ്രൈറ്റ്നസ് കുറച്ച് വെക്കുക, അറിയാത്ത ആൾക്കാരാണ് തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. ബ്രൈറ്റ്നസ് ഏറ്റവും കുറച്ചിട്ടിട്ട് എക്സ്ട്രാ ഡിം എന്ന് പറഞ്ഞൊരു ഓപ്ഷനും ഇപ്പോൾ ഫോൺസിൽ വരുന്നുണ്ട്. അപ്പോൾ പുറകെ ഇരിക്കുന്ന ആർക്കും ശല്യം ഉണ്ടാവില്ല. മിക്കവാറും ആരും ഇല്ലാത്ത പടമായിരിക്കും, ഞാൻ തന്നെ ആയിരിക്കും തിയേറ്ററിൽ ഉണ്ടാവുക. അപ്പം ഇതെന്തായാലും ഒരു ട്രോൾ മെറ്റീരിയൽ ആ കൈൻഡ് ഓഫ് റിവ്യൂ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം നമ്മൾ ഇവർ പറയുന്ന ഈ ചീഞ്ഞ കൗണ്ടർ ഡയലോഗുകളൊക്കെ നൈസായിട്ട് ചരിച്ച് അത് എഴുതി വെക്കും. അതായത് പടം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ധാരണ വരുമല്ലോ. അത് വളരെ കുറച്ച് സിനിമകളിലേ സംഭവിക്കുള്ളൂ. അങ്ങനെ അല്ലാത്ത ഇപ്പോഴും ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇന്റർവെൽ ആകുമ്പോൾ നോട്ട്സിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കും. ഫസ്റ്റ് ഹാഫിൽ ഇത് കൊള്ളാം, ഈ സീൻ കൊള്ളാം, ഈ ഡയലോഗ്. കാര്യം അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു സാധനം മിസ്സായി പോരെന്ന് വെച്ചിട്ട് പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ റിവ്യൂ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ, ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ അയ്യോ അത് പറഞ്ഞില്ലല്ലോ, അതൊരു ഗംഭീര. ചിലപ്പോൾ കമന്റ് ബോക്സിൽ വരും, നിങ്ങൾ എന്നാലും അത് പറയാത്തത് മോശമായി. ആക്ച്വലി അത് പറയാൻ ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു സാധനമാണ്, പക്ഷേ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഓർത്ത്. അപ്പം ഇന്റർവെല്ലിന് ഇപ്പം നോട്ട് ചെയ്യും. അതും നോട്ട് ചെയ്യുന്നത് ഇപ്പം ഷറഫുദ്ദീൻ്റെ സിനിമയാണ്, ഞാൻ ഷറഫ് ഗുഡ് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പം അച്ഛൻ അമ്മ സീൻ, അപ്പോൾ ആ സീനിൽ ആ ഡയലോഗിനെ നോട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കുഞ്ഞി ക്ലൂ മാത്രം വെക്കും. വീട്ടിൽ ചെല്ലുമ്പോഴേക്കൊരു 4 സെൻറ്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി കുറച്ച് സാധനങ്ങളും കൂടി ആഡ് ചെയ്തിട്ട് ബുള്ളറ്റ് പോയിന്റ്സ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യും. ഫുൾ സ്ക്രിപ്റ്റ് എഴുതൂല. പെർഫോമൻസസ് എന്നാണ്, ഈ പെർഫോമൻസസ് എഴുതും.
ആരുടെയൊക്കെയാണോ പേരെടുത്ത് പറയേണ്ടത് അത്, ഏതെങ്കിലും ഒരു മൊമെൻ്റ് ഉണ്ടെങ്കിൽ അത്. ഇപ്പോൾ ആക്ഷൻ നന്നായി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ആക്ഷൻ നന്നായി എന്നുള്ളതിൻ്റെ ഒരു കാരണം ഉണ്ടല്ലോ, ഏത് പെർട്ടിക്കുലർ ഫൈറ്റാണ്. അങ്ങനത്തെ സാധനങ്ങൾ നെഗറ്റീവ് ആകുമ്പോഴും ഇതേപോലെ പെർഫോമൻസിലാണ് നെഗറ്റീവ് എങ്കിൽ പെർഫോമൻസിന് എഴുതിയിട്ട് ആരാണോ അല്ലെങ്കിൽ ഏത് സീനിലാണ് ഇത് പോയത്, അങ്ങനെ വരുന്നതിൽ നമ്മൾ ഈ ആക്ടറെ വേദനിപ്പിക്കാതിരിക്കാൻ മാക്സിമം നോക്കും. പേരെടുത്ത് പറഞ്ഞ് ഇയാൾ കൊള്ളില്ലായിരുന്നു എന്ന് പറയില്ല, അത്രയും ഗതികെട്ടാൽ മാത്രമേ പറയുള്ളൂ. അങ്ങനെ ബുള്ളറ്റ് പോയിന്റ്സ് വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്പം തന്നെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബാക്കിയുള്ളവരുടെ റിവ്യൂ കൂടി നോക്കും, എന്താണ് പൊതുവിലുള്ളൊരു അഭിപ്രായം. അതായത് എപ്പോഴാണ് നമ്മൾ ഏറി പോകാൻ റെഡി ആവണോ എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നോക്കും. അപ്പം മിക്കവാറും തിരുവനന്തപുരത്തിൻ്റെ റിവ്യൂവും തിയേറ്റർ റെസ്പോൺസും മാത്രമേ വന്നിട്ടുണ്ടാവുള്ളൂ. ഫസ്റ്റ് അത്രയാണ് ഇതിൻ്റെ അകത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്. സോഷ്യൽ ഇഷ്യൂസും പരിപാടികളൊക്കെ വരുമ്പോഴാണ് നമ്മൾ പ്രോപ്പർ റിസർച്ച് ചെയ്തിട്ട് പോയിന്റ്സ് എഴുതും. സിനിമ റിവ്യൂവിൽ ആക്ച്വലി നമ്മൾ പോയിന്റ്സ് എഴുതും തോറും ചില സാധനത്തിൽ നമ്മൾ ലോക്കായി പോകും. ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു പെർഫോമൻസിൻ്റെ സാധനം പറഞ്ഞു അത് മാത്രം നോട്ട് ചെയ്തിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഇത് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടാവുള്ളൂ, പിന്നീട് വായിച്ചു നോക്കുമ്പോൾ. ചില സിനിമ മോശം സിനിമകളെ കേസാണോ നല്ല സിനിമകളെ കേസാണോ? രണ്ടും ചില ഉണ്ണി അതിലെ ഒരു ഇന്റർഫിയർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ഭയങ്കര അബദ്ധ സിനിമയ്ക്കകത്ത് ഉണ്ണി ഇങ്ങനെ പോസിറ്റീവ് കണ്ടെത്തുന്നത് ഒരു സാധനം ഉണ്ടാവുമല്ലോ, മിനിമം രണ്ടെങ്കിലും ഉണ്ണി പറയും. അത് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവുമല്ലോ. ഇപ്പം ഒരു തല്ലിപ്പൊളി പടം പറഞ്ഞു, സിനിമ പറയണ്ട. ഏത് തല്ലിപ്പൊളി സിനിമയാണെങ്കിലും അതിൻ്റെ അകത്ത് ഒരാൾ ചിലപ്പോൾ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ശരി ശരി ശരി. അഖണ്ഡ 2 നല്ല വിഷ്വലാണ്. ഇന്ത്യൻ എന്ത് പറയാ പോസ്റ്റ് അതാണ് കമലഹാസന്റെ സ്ക്രീനിൽ ഒന്നാമത്തെ പോസ്റ്റ് പറയണ്ടേ. സങ്കടമായിരുന്നു. അല്ലേ താത്ത വരാനുള്ള ആഗ്രഹം. ഇന്റർവെൽ നന്നായിരുന്നു. എബിൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ ആണ് ഇന്ത്യൻ 2. അപ്പൊ ഇന്ത്യൻ 2 എന്താ ഒന്നാമത്തെ പോസിറ്റീവ് എന്താ ഉണ്ണിയുടെ ഉണ്ടായിരുന്നു. അല്ല, ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ 2 പോസിറ്റീവ് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇന്ത്യൻ 2 ഒക്കെ നമ്മൾ ഒരു ട്രോൾ ലെവലിൽ വിട്ട സാധനം. സിനിമ ഇറങ്ങുന്നതിന്റെ മുന്നേ ആ കംബാക്ക് ഇന്ത്യ എന്ന് പറയുന്ന പാട്ട് ഇഷ്ടമായിരുന്നു. സിനിമ ഇറങ്ങുന്നതിന്റെ മുന്നേ ഇറങ്ങി കഴിഞ്ഞു അത് എനിക്ക് ലാസ്റ്റത്തെ പാടാന്നുള്ള പട്ടം പണ്ട് പോലെ കൊച്ചിലെ പോലെ സിനിമ കാണുന്ന ഒരാളാണ് അച്ഛൻ. ഒരു സിനി ഫൈലാണ്, ചെറിയ സിനിമയിലൊക്കെ ചെറിയ റോളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു സാധനം കിട്ടിയോ ഇവിടെ സൈഡിലേക്ക് അങ്ങനത്തെ റോളാണ്. ഇൻട്രോ പറഞ്ഞപ്പോ കുറഞ്ഞു പോയത് റിവ്യൂവേഴ്സിന്റെ കൂട്ടത്തിലെ ഒരേ ഒരു നെപ്പോ ഒരു സീരിയൽ എങ്ങാണ്ട് ഒരു 2-3 ആഴ്ച നീണ്ടു നിൽക്കുന്നത്. അത് മാത്രമേ ഒരു അഭിനയിച്ചു അച്ഛൻ. അപ്പൊ അങ്ങനത്തെ ഇത് വെച്ചിട്ട് ഒരു സിനിമ കൊച്ചിലെ സിനിമ കാണാൻ കൊണ്ടുപോയിരുന്നു. എനിക്ക് ഉള്ള ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സാധനം കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് 10 പേർക്ക് പറയണം. മുമ്പൊക്കെ ആണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് വീണ്ടും ആ സിനിമ അവർ കാണാൻ വേണ്ടി ഞാൻ കൂടെ പോയിരുന്ന് കാണുക, വീട്ടിൽ പ്രോജക്ടറിൽ കാണുക, അങ്ങനത്തതുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു ഇതിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ രീതിയിൽ അത് കൺവേ ചെയ്യുക. പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തലേ ദിവസം കാസ്റ്റ് ആൻഡ് ക്രൂ എടുത്ത് നോട്ട് വയ്ക്കും. മിക്കവരെ എനിക്ക് പലതും അറിഞ്ഞൂടാത്തായിരിക്കും. അപ്പോൾ ഇവരുടെ പ്രീവിയസ് വർക്ക് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇതാരാണെന്നുള്ളൊരു ഐഡൻറ്റിറ്റി ചെറുതായിട്ട് സൈഡിൽ വയ്ക്കും. ഇത് ഇന്ന ആളാണ്, ഇന്ന പടത്തിൻ്റെ മുമ്പത്തെ പടം ഇതാണ്. അല്ലാതെ എനിക്ക് ഈ മെമ്മറി ഓർത്ത് വയ്ക്കുന്ന ഒരു ഇല്ല, കയ്യിൽ പോകും. അതുകൊണ്ട് ഞാൻ സൈഡിൽ ഇത് വയ്ക്കും. ഇന്ന ഡയറക്ടർ, ഇപ്പോൾ ഷാഹി കബീർ നായാട്ടിൻ്റെ റൈറ്ററാണ് എന്നുള്ള സാധനം അപ്പോൾ എഴുതി വെക്കും. കാരണം നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇത് പറയണമെന്നില്ല. ഈ ഒരു പോയിന്റ് ആ കാസ്റ്റ് ആൻഡ് ക്രൂ കംപ്ലീറ്റ് സാധനങ്ങൾ നോക്കി ട്രെയിലറിൻ്റെ അടിയിൽ മിക്കവാറും കാണും. ഇല്ലാതെ ഈ IMDb-യിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം അവർ വായിക്കും അത് വെക്കും. പിന്നെ തമ്പനയിലിൻ്റെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി അതിൽ ഈ ഡയലോഗ് എഴുതി വെക്കത്തില്ല. ഇപ്പോൾ നമുക്ക് സ്ട്രൈക്ക് കിട്ടണോണ്ട് സിനിമയിൽ അത് വെക്കാൻ പറ്റില്ല. പകരം അദ്ദേഹത്തിൻ്റെ അതേപോലെ ഇരിക്കണം ഏതെങ്കിലും ഒരു പടത്തിൻ്റെ. ഇപ്പോൾ താടിയുള്ള ഷറഫുദ്ദീനാണെങ്കിൽ ഷറഫുദ്ദീൻ മുമ്പ് എവിടെയെങ്കിലും താടി വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ എടുത്ത് താടി വെച്ച് കൊടുക്കും. പേര് ഞാൻ സ്വന്തമായിട്ട് ടൈറ്റിലൊക്കെ അതുപോലെയൊക്കെ വയ്ക്കും. എന്നിട്ട് പടം കാണാൻ പോകും. പടം കാണാൻ പോകുന്ന സമയത്ത് കാസ്റ്റ് ആൻഡ് ക്രൂ ഉണ്ടല്ലോ, അത് വാട്സാപ്പിലാണ് സേവ് ചെയ്യുന്നത്. എൻ്റെ കൂടെ എന്തെങ്കിലും പോയിന്റ് കൂടി അഡീഷണൽ ആയിട്ടുണ്ടെങ്കിൽ ഉണ്ണി പറഞ്ഞ പോലെ എൻ്റെ താഴെ തന്നെ എഴുതി വയ്ക്കും. എന്നിട്ട് എല്ലാം കൂടി എനിക്ക് തന്നെ സെൻഡ് ചെയ്തിട്ട് പിന്നെ എവിടെയൊക്കെ നമ്മൾ മരത്തിൻ്റെ മുട്ടില്ല അതിൻ്റെ സൈഡിൽ കാണുന്നിടത്ത് അപ്പം ഷൂട്ട് ചെയ്യുന്നു. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും തെറ്റി കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ കട്ട് ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ത്രൂ ഔട്ട് കംപ്ലീറ്റ് കാണുന്നില്ല. ഈ കട്ട് ചെയ്യുന്ന ഭാഗം മാത്രം ഞാൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോയി പോകുന്ന ഈ കൈവയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഫുൾ ഇരുന്ന് രണ്ടത് കാണൂല. അപ്പം ഞാൻ എന്തെങ്കിലും മണ്ടത്തരം പറയണ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വീഡിയോയിൽ വരും. അത് അനുകരിക്കണ്ട, പണി കിട്ടും. ശങ്കർ മഹാദേവനൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു. ഇതിങ്ങനെ ചെയ്തിട്ട് അപ്പോഴാണ് തമ്മിൽ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഇത് എന്ത് കൊടുക്കണം, കാട്ടവരാതാണോ എന്താണോ എന്നുള്ളത് നോക്കിയിട്ട് ആ സമയത്ത് ഒരു ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം എടുക്കും ഇത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, കോപ്പിറൈറ്റ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി. ആ സമയത്ത് ആ തമ്മിലിനെ ഫിനിഷ് ചെയ്തിട്ട് പടം ഇത് അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ പോകും. അല്ല, ഞാൻ എനിക്ക് അങ്ങനെ വന്നിട്ടുള്ളത് മറ്റേ
ആട് 2 ഇറങ്ങിയ സമയത്ത് 4 പടം ഉണ്ടായിരുന്നു ആ ദിവസം. പിന്നെ വെബ്സൈറ്റ് മാത്രം ആയതുകൊണ്ട് ലോഡ് കുറവായിരുന്നു. അപ്പം ആട് 2 8:30 എങ്ങാനും ഷോ. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞാൽ അതേ സ്ക്രീനിൽ മായാനദി. ആട് 2 കണ്ട് അരമണിക്കൂർ കൊണ്ട് അതിൻ്റെ ഒരു റഫ് റിവ്യൂ, നിങ്ങൾ ബുള്ളറ്റ് പോയിന്റ്സ് എഴുതുന്ന പോലെ ഞാനതിൽ എനിക്ക് മിസ് ചെയ്ത് പോകാൻ പാടില്ലാത്ത എല്ലാം എഴുതി വെച്ചതിന് ശേഷം മായാനദിക്ക് കയറുന്നു. അത് കഴിഞ്ഞിട്ട് വിമാനം കാണാൻ വേണ്ടി പോകുന്നു. അതിനൊരു 1 hour 1.5 hour ഗ്യാപ്പ് ഉണ്ട് മായാനദി കഴിഞ്ഞിട്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ആടും ഫിനിഷ് ചെയ്യുന്നു, മായാനദിയും അതായത് മൊബൈലിലൊന്ന് എഴുതി സെറ്റാക്കുന്നു. പിന്നെ വിമാനം കാണുന്നു. അത് 3 മണിക്കോ എന്തോ ആണ് ഷോ വരുന്നത്, 3 മണി 4 മണി എന്തോ. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയിട്ട് ഇത് 3 എഴുതി സെറ്റാക്കിയിട്ട് രാത്രി 9 മണിക്ക് വിനീത് ശ്രീനിവാസന്റെ ആന അലറലോട് അലറൽ അവസാനത്തെ പടം എനിക്ക് തോന്നുന്നു പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. കുറെ പടം വരുമ്പോൾ ഇങ്ങനെ ഒരു ഇതുണ്ട്. എങ്ങനെയാണ് സുധീഷ് പയ്യന്നൂരിന്റെ ഒരു പഴയ പ്രോസസ്സും പുതിയ പ്രോസസ്സും. അല്ല, എഡിറ്റിംഗ് ഞാൻ ചെയ്യാറില്ല, പരിപാടിയില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ പടം കാണുമ്പോൾ പണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ മൊബൈൽ നോട്ട് ചെയ്യാറുണ്ട്, ഇപ്പൊ ഒന്നും നോട്ട് ചെയ്യാറില്ല, ഒരു പരിപാടിയും ഇല്ല. പണ്ട് ഞാൻ ഈ ഏരീസ് പെക്സ് പടം കാണുന്നു, നിങ്ങൾ പറഞ്ഞ പോലെ നേരെ സ്റ്റുഡിയോ പോകുന്നു, സ്ക്രിപ്റ്റ് ചെയ്യുന്നു, ഷൂട്ട് ചെയ്യുന്നു, 1 മണിക്കൂർ കൊണ്ട് തീർത്ത് അടുത്ത പടത്തിന് ഇറങ്ങും. ഞാൻ എഡിറ്റിംഗ് എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഭയങ്കര ഫാസ്റ്റായി ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് മിസ് ചെയ്യുന്നത് എനിക്ക് തന്നെ തോന്നി തുടങ്ങി. അപ്പം ഞാൻ പിന്നെ ഇപ്പോൾ ഉള്ളതാണെങ്കിൽ ഞാൻ പത്തനംതിട്ടയിൽ എവിടെയെങ്കിലും പടം കണ്ട് തിരിച്ചു വരുന്ന സമയത്ത്, വണ്ടി സ്കൂട്ടർ ഓടിച്ച് വരുന്ന സമയത്ത് പടം ഇങ്ങനെ റിവൈൻഡ് ചെയ്യും. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഞാൻ മിസ്സായതോ അങ്ങനത്തെ നല്ല സിനിമയാണെങ്കിൽ ചിലതാണെങ്കിൽ റിവൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ എന്ത് പറയുന്നതിനെ കുറിച്ചായിരിക്കും. പിന്നെ എനിക്കൊരു സ്ട്രക്ചർ ഉണ്ട്. തുടക്കത്തിൽ ഞാൻ അതിൻ്റെ ഒരു സിനിമയുടെ ഇൻട്രോ എന്താണെന്നുള്ളത് പറയുന്നു, ദെൻ ആക്ടേഴ്സ് ഡയറക്ടേഴ്സ് എന്നുള്ളത്, അതിനുശേഷം സ്റ്റോറിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുന്നു. അതിൽ തന്നെ ഞാൻ ആ പാരഗ്രാഫിന്റെ കൺക്ലൂഷൻ തന്നെ ഈ സിനിമ എനിക്ക് എന്തായിട്ട് ഫീൽ ചെയ്യുന്നുള്ള 2 സെന്റൻസ് പറയും. ദെൻ പെർഫോമൻസ്, ടെക്നിക്കൽ സൈഡ്, കൺക്ലൂഷൻ സൈഡ് ഉണ്ട്. ചില സിനിമകൾ ഇപ്പം നല്ല പൊളിറ്റിക്കലി നമുക്ക് ഭയങ്കര അല്ലെങ്കിൽ ഭയങ്കര രസമുള്ള സിനിമ കുറെ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ ഇത് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കും. അപ്പോൾ അത്രയും പറയാനുള്ളതുകൊണ്ടോ ആ ഓർഡർ തന്നെയാണ്. അപ്പം എനിക്ക് പോയിന്റ്സ് നോട്ട് ചെയ്യുമ്പോഴും ഈ സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് അതിലേക്ക് ചേർത്ത് വെച്ചാൽ മതിയല്ലോ. പിന്നെ റിട്ടേൺ സാധനം ഉണ്ടാവും, എന്നാലും കയ്യിൽ നിന്നുണ്ടാവും. പക്ഷെ ബേസിക് ആയിട്ട് പറയുന്ന സാധനത്തെ കുറിച്ച് മൊത്തം റിട്ടേൺ സാധനം എൻ്റെ മുമ്പിൽ ഉണ്ടാവും. അപ്പം അത് വെച്ച് പറയാം. പ്രോസസ് ഉണ്ട്. കടയിൽ പോയി സാധനം വാങ്ങിക്കണം. അത് പടം കണ്ടു കഴിഞ്ഞാൽ പടം കഴിഞ്ഞാൽ നേരെ മേക്കപ്പ് കടയിൽ പോകും. ഇല്ല, അത് ഭയങ്കര തെറ്റിദ്ധാരണയാണ്. പ്രീ ഓക്യുപ്പൈഡ് ആയിട്ട് ഞാൻ അങ്ങനെ മേക്കപ്പ് സെറ്റ് ചെയ്ത് വെക്കാം, ലുക്ക് സേവ് ചെയ്ത് വെക്കാം, അങ്ങനെ പരിപാടിയൊന്നുമില്ല. കാരണം പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് എന്താണ് പടം, ഇതിൽ ഞാൻ എന്ത് കൊടുക്കണം എന്ന് എനിക്ക് പടം കണ്ടു കഴിഞ്ഞാൽ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അല്ല ആദ്യമേ ഭയങ്കര പ്രിജുഡിസ് ആയിട്ട് ഈ പടത്തിന് ഇങ്ങനെ ജാമ്പിക്കളയാം, ഇങ്ങനെ റിവ്യൂ കൊടുത്തുകളയാം, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് പിടിക്കാം, അങ്ങനെയില്ല. നെവർ എവർ ഡൺ ദാറ്റ്. ലൈക്ക് എനിക്കൊരു പ്രോപ്പർ പ്രോസസ് ഇല്ല. എൻ്റെ പ്രോസസ് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് മൊമെന്റ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഇപ്പം 25-ന് അതിൻ്റെ ഒരു 1 year ആഘോഷമൊക്കെ ഉണ്ടായില്ല. തുടരും വന്ന സമയത്ത് എൻ്റെ ഫ്ലാറ്റിൻ്റെ മുകളിൽ പണി നടക്കുക. അപ്പം അത് ആ സമയത്ത് എനിക്ക് ഭയങ്കര നോയ്സസ് ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ അതുകൊണ്ട് കാറിന്ന് ഷൂട്ട് ചെയ്തു. പക്ഷെ അത് ആൾക്കാർ പ്രൊഡിക്റ്റ് ചെയ്തത്, ആൾക്കാർ അതിനെ ജഡ്ജ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് കോക്കണിന് മറ്റേ വീട്ടിലെത്താൻ പോലും അത്രയും ആവേശം മൂത്തിട്ട് വീട്ടിന്റെ താഴെ തന്നെയല്ലേ വീട്ടിന്റെ ഫ്ലാറ്റിന്റെ പാർക്കിംഗ് ചെയ്തേ. ഇതെല്ലാം തൊട്ടടുത്ത സ്ഥലങ്ങളാ. അപ്പൊ അത് ആൾക്കാർ തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ അതല്ല, ചെറിയൊരു സത്യമില്ലേ, ചെറിയൊരു സത്യമില്ലേ, അങ്ങനെ ഒരു സത്യമില്ല. എനിക്ക് ആ ഫ്ലാറ്റിന്റെ മുകളിൽ പണി നടക്കില്ല. ഞാൻ നോർമൽ ചോദിച്ചതേ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ലേ? എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. സാധാരണ ഒരു സിനിമയ്ക്ക് പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര രോമാഞ്ചമൊക്കെ ഉണ്ട്, ഭയങ്കര അല്ല അതെനിക്ക് നല്ല രോമാഞ്ചം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ പൊട്ടി നിൽക്കുമായിരുന്നു. അതായത് കണ്ടിട്ട് ഇത് പറയാനുള്ളൊരു സാധനമല്ലേ, ഭീകരമായിട്ട് നമുക്ക് ഇപ്പൊ പറഞ്ഞേ പറ്റുള്ള സാധനം ഉണ്ടായിരുന്നു. ആ പറയാൻ വേണ്ടിട്ട് ഞാൻ തിടുക്കപ്പെട്ട് വന്നപ്പോൾ ഫ്ലാറ്റിലെ മുകളിൽ പണി നടക്കുന്നു. പിന്നെ വണ്ടിക്കകത്തല്ലേ പറയാൻ പറ്റുള്ളൂ സുധീഷ. അത് ലോങ് ബാക്ക് പ്രോസസ് അല്ലേ ഉണ്ണി ചോദിച്ചത്. എനിക്കൊരു പ്രോപ്പർ പ്രോസസ് ഇല്ല. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ മൂവി. ഞാൻ ഉണ്ണിയുടെ വീഡിയോ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഉണ്ണി ഇങ്ങനെയാണ്, കുറച്ച് പോസിറ്റീവ്സ് കുറച്ച് നെഗറ്റീവ്സ്, മറ്റേ അത് സുധീഷ് പറയുമ്പോൾ അങ്ങനെ പ്രോപ്പറായിട്ട് പ്രോസസ് ഇല്ലാത്ത ഒരു മനുഷ്യനാണ് എറിയലോടാണ്. അശ്വിന് ഇതുണ്ട്, ഇവനും ഉണ്ട്. ഇവനിടയ്ക്ക് എന്താണ് ചുമ്മാ സെക്കൻഡ് അത് എനിക്കെന്താ പറയാ, ഞാൻ പറഞ്ഞു വരുമ്പോഴാണ് എനിക്ക് തന്നെ മനസ്സിലാവുന്നപ്പോഴാണ്. പക്ഷെ ഓഫ്കോഴ്സ് പോയിന്റ്സ് ഉണ്ട്. പണ്ട് പോയിന്റ്സ് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ പോയിന്റ്സ് ഉണ്ട്. പക്ഷെ പറഞ്ഞു വരുമ്പോഴാണ് ഉണ്ണി ഇത് ഇങ്ങനെയാണ് ഞാൻ പറയാൻ പോണത്, ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവണത്. മോനെ ഇങ്ങനെ സംഭവിക്കില്ല മോനെ, അങ്ങനെ ആ സാധനമാണ് നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമുക്കൊരു സാധനം കിട്ടും. അത്
ഇപ്പൊ മലൈക്കോട്ടെ വാലിബന്റെ സദ്യ അതൊക്കെ നിങ്ങളെ നേരത്തെ സെറ്റ് ചെയ്തത്? ആശാല് അതില് മലയക്കോട്ടെ വലിമലില് ലാലേട്ടൻ ഭയങ്കരമായിട്ട് ഒരു സാധനം ഇങ്ങനെ കഴിക്കുന്നുണ്ട്. ഞാനൊന്ന് ഡയറ്റ് ആയിരുന്നു ആ സമയത്ത്. എന്നിട്ടാണ് ഞാൻ പറഞ്ഞു ചോറും കുറച്ച് മന്തിയും പീസും എല്ലാം വാങ്ങിച്ചു കണ്ടിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ പല പരിപാടി ഞാൻ ചെയ്യും. അത് എന്റെ ഒരു ക്രേസിനെസ് ആണ്. ഇതില് അശ്വന്തിന്റെ ഇടയ്ക്ക് എഡിറ്റ് വരുമ്പോ ഒരു സൗണ്ട് വിടുന്ന പരിപാടിയുണ്ട്. അവന്റെ പേര് ഇങ്ങനെയാണ്. അതൊന്നും സംഭവം സുധീഷ, അത് പേര് മാറിപ്പോവും, ഇല്ലെങ്കിൽ ആളെ മാറിപ്പോവും. അപ്പൊ വെച്ചാല് ഞാൻ കൈൻ മാസ്റ്റർ ചെയ്യുന്നത്, പക്ഷെ കാണുന്ന സമയത്ത് പേര് മാറിപ്പോയി. അപ്പൊ ചില അത് ആസ്ഥാന ഇവിടുന്ന അതിന് പേര് വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെയാണ് എൻഡ് ഓഫ് ദ ഡേ ആൾക്കാർ വീഡിയോ കാണുമ്പോൾ രസം. വല്ലാണ്ട് പ്രോപ്പറായി കഴിഞ്ഞാൽ വലിയ രസം ഉണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും ഒന്നും ഒരു സാധനം ചെയ്യണ്ടേ. ഈ കൂട്ടത്തിൽ ഏറ്റവും റെക്കോർഡ് ഷോർട്ടസ്റ്റ് റിവ്യൂസ് ഈ ചങ്ങായി ഉണ്ടല്ലോ, ഇടയ്ക്കുണ്ടല്ലോ, ഞാൻ ഇവന്റെ റിവ്യൂ ഓണാക്കി നോക്കേ. ലാസ്റ്റ് മറ്റേ ലവ് ഇൻഷുറൻസ് കമ്പനി റിവ്യൂ ജസ്റ്റ് എബിന്റെ ഓപ്പൺ ആക്കി സമയത്ത്, ലോഡിന്റെ ഓപ്പൺ ആക്കി സമയത്ത് റിവ്യൂ ഇല്ല. മണ്ണ് പച്ച മണ്ണ് വരുന്ന അതെന്ത് പ്രയോഗമാണോ അത്? പച്ച മണ്ണ് വരുന്ന പറഞ്ഞാല് സ്റ്റക്കായി പോയിനകത്ത്, അതായത് അടിച്ചു പോയിനകത്ത്. പിന്നെ ഒന്നും കാണാനും പറയാനുമില്ല. അതായത് ആ സിനിമ തീർന്ന് ഒരുമാതിരി പച്ച മണ്ണ് വരുന്ന പോലെ പോയിന്ന്. അതാ എന്നെ അത്ഭുതപ്പെടുന്നത്. ഈ 15 സെക്കൻഡ് റിവ്യൂവിനും വ്യൂ കിട്ടുന്ന അത്രയും എന്താണ് നിങ്ങളുടെ ഒരു പ്രോസസ് ഒന്ന് അറിയാലോ. ഞാൻ ഈ കാസ്റ്റ് ആൻഡ് ക്രൂ ഒന്നും നോക്കാറില്ല. പടം കാണും ഒന്നും നോക്കാൻ എനിക്ക് സമയമില്ല. മീൻസ് വേറെ കുറെ പരിപാടി ഉള്ളതുണ്ട്. കോളേജ് പ്രൊഫസറാണ്. സോ അതിന്റെ ഇടയിൽ കൂടെ എല്ലാം കൂടി മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. വീട്ടിൽ നോക്കണം. അങ്ങനെ കുറെ എല്ലാം ഉള്ളത് കൊണ്ട് പടം കാണാൻ വരിക പറയുക. അപ്പം എന്താ പറയണോ അതങ്ങനെ പറയും. അല്ലാണ്ട് എഴുതോ കാസ്റ്റ് ആൻഡ് ക്രൂ ഞാൻ അത് നോക്കാറില്ല. ആരാണ് ഡയറക്ടർ ഏതാന്ന് മാത്രമേ നോക്കാറുള്ളൂ. കാസ്റ്റിന്റെ പേര് എനിക്കൊന്നും അറിയില്ല. സോ മിനിമൽ ടൈം കൊണ്ട് ഞാൻ ജസ്റ്റ് എന്റെ ഇപ്പൊ എങ്ങനെയാ പടം ഒരാൾ ഫോൺ ചെയ്ത് വിളിച്ചാൽ നമ്മൾ ഇരുന്ന് 10 മിനിറ്റ് പറയില്ലല്ലോ, ഒറ്റ വാക്കിൽ ആളോട്. റെസ്പോൺസ്. പക്ഷെ പടം നല്ലതാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇരുന്ന് അറിയാതെ തന്നെ ഒന്നും എഴുതില്ലെങ്കിലും ഇപ്പൊ ഓപ്പൺ ഹൈമറൊക്കെ ഐ തിങ്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാനൊരു 17 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഞാൻ തന്നെയാണ് 10 സെക്കൻഡിൽ തീർത്തിട്ടുള്ളൂ. എനിക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ അതിൽ ഒന്നാമത് 3 മണിക്കൂർ അപരാധം. അതിന് ചെലവഴിക്കാൻ വേണ്ടി വീണ്ടും ചില സിനിമകൾക്ക് ഈ ജപ്പാൻ ഈ പടമൊക്കെ ഇന്റർവെല്ലിന് ഇറങ്ങി പോവാന്ന് ഉറപ്പിച്ചാണ്. ഞാൻ കൂടെ കണ്ടവന് രണ്ടുപേരും കൂടെ ഇറങ്ങിയതാ. ഈ വണ്ടി ലോക്കായി, അതായത് ബൈക്ക് എടുക്കാൻ പറ്റില്ല, പടം കഴിഞ്ഞിട്ട് ഇറക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സാധനം നമ്മളെന്താ പറയുക, ഈ ശിക്ഷ പോലെ ഇരുന്ന് കണ്ട സാധനങ്ങളൊക്കെ പിന്നെ അതിനെക്കുറിച്ച് പറയാനില്ല. പക്ഷെ ആ 10 സെക്കൻഡ് വീഡിയോയിലും ആ പ്രൊഫഷണലിസം ഉണ്ട്, ആ ടൈറ്റിൽ വീഡിയോ എല്ലാം. അല്ല ഇതെന്താ പറയുക, ചില പടങ്ങൾ കണ്ടിട്ട് ഒന്നും ചെയ്യണ്ടെന്ന് തോന്നും. പക്ഷെ ഇങ്ങനെ കമന്റ് വരും ഇൻസ്റ്റയിലോ അവിടെ ഇൻബോക്സിൽ കുറേ സാധനങ്ങൾ വരും. എന്താ കണ്ടില്ലേ ഇട്ടില്ലേ. എനിക്ക് ആക്ച്വലി എബിനെ പോലെ റിലോണെ പോലെ റിവ്യൂ പറയാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം. ഭയങ്കര സൗകര്യം അത്. അതായത് പരിപാടി വന്നിട്ട് പറയണ് ഞാൻ ഇന്നൊരു പടം കണ്ടു, അത് എങ്ങനെ കഴിഞ്ഞു. ഭയങ്കര കോംഫിയാണ് അത്. ഞാൻ ആ ഫസ്റ്റ് അങ്ങനെ വന്ന വീഡിയോ കണ്ടിട്ട് ഞാൻ കഴിഞ്ഞോ ഇറങ്ങി പോകുന്നത് എല്ലാ ഈ 15 സെക്കൻഡ് വീഡിയോകളിലെല്ലാം ആ ഇറങ്ങി പോകുന്ന പോലത്തെ സാധനം വരാറുണ്ടോ? അത് ചിലതൊക്കെ ഞാൻ അങ്ങനത്തെ ഒരെണ്ണം കണ്ടിട്ടുണ്ട്. കയ്യിൽ പോണതാണോ എന്നൊരു സംശയം. ഏതോ ഒന്നിന് ഈ പറഞ്ഞ പോലെ എബിൻ സ്ക്രീനിൽ നിന്ന് ഇറങ്ങി പോയിട്ട് മറ്റേ ക്യാമറ ഓഫ് ആക്കാൻ നിൽക്കൂലേ, ആ ഒരു മൂവ്മെന്റ് വരെ കാണാം. അല്ലല്ല വന്നപ്പോ അതില് നിങ്ങളൊന്നും ചെയ്യാത്ത ഒരു സാധനം ഞാൻ ചെയ്തിട്ടുണ്ട്. സൈലന്റ് റിവ്യൂ. നമുക്ക് കുറെ സിനിമയ്ക്ക് ഭീഷണി ഉണ്ടാകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. സ്ട്രൈക്കൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട്. രാമേന്ദ്ര ബോസാൻകോ ഒരു കേസ് കൂട്ടം. ഇപ്പം ബാന്ദ്ര റിവ്യൂയുടെ സമയത്ത് കേസിന് പോകും എന്നൊക്കെ കൊണ്ട് ഭയങ്കര ന്യൂസ് ആയിരുന്നു. ആ സമയത്താണ് തങ്കമണി എന്നൊരു സിനിമ കാണുന്നത്. ഇതെന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാത്തൊരു സാഹചര്യത്തിൽ ഞാൻ ഒരു നിശബ്ദ റിവ്യൂ ഇട്ടിട്ടുണ്ട്. എത്ര മിനിറ്റ് ഉണ്ടായിരുന്നു? 10 സെക്കൻഡ്. ആക്ച്വലി ഈ നമ്മളിപ്പോൾ ഇത്രയും പേര് ഇരിക്കുന്നതിൽ റോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പർട്ടിക്കുലർലി റോസ്റ്റ് ചെയ്യുന്നത് ഇവർ രണ്ടുപേരുമാണ്. ഇവനും ചെറുതായിട്ട്. പക്ഷേ ഈ സൈലന്റ് റോസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇങ്ങേറയിലാണ്. ഒറ്റ അടിച്ചിട്ട് കളയും. അത് പക്ഷേ കേൾക്കുന്നവന് പെട്ടെന്ന് മനസ്സിലാവുകയില്ല. ഇച്ചിരി സമയം എടുത്തിട്ടുള്ള. അതിൽ ഉണ്ണിയുടെ ഒരു കമന്റ്, ഏതൊരു പടം എനിക്കറിയില്ല, ഉണ്ണിയുടെ ഒരു കമന്റ് ഉണ്ടായിരുന്നു അശ്വിന്റെ ഒരു വീഡിയോ താഴെ, ദ ബെസ്റ്റ് റോസ്റ്റർ ഓഫ് എന്ന് പറഞ്ഞ സാധനം. ലെൻസ്മാൻ സീരിയസ് സെറ്റ് എന്ന് പറയുന്നത് ഈ സിനിമയിലെ ഒരു സീൻ പോലും നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളത് മനസ്സിലാവത്തില്ല.
മുഴുവൻ കണ്ടാലും ഒന്നും മനസ്സിലാവും. ഡസ്മാൻ ഇങ്ങനെ ഉരുട്ടി കയറ്റി കൊണ്ടുവരുമ്പോ നമ്മൾ എന്തോ വലിയ കാര്യം അത് ഉരുട്ടി കയറിയിട്ട് ഒറ്റയിടല് അതിൽ തീർന്നു. റോസ്റ്റ് പറയണം. റോസ്റ്റ് ഒരു ഭീകര പരിപാടിയാണ്. ആക്ച്വലി നമ്മൾ റിവ്യൂ ചെയ്യുമ്പോഴാണ് സിനിമയെ കൊല്ലുന്നതെന്ന് പറയുന്നത്. നിങ്ങൾ റോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സിനിമയെ കൊല്ലല്ലേ? എന്താണ് അതിലെ ഒരു വികാരം? മറ്റേ മോർച്ചറിയിൽ നിന്ന് എടുത്തിട്ടാണ് കൊല്ലുന്നത്. അപ്പൊ ശരിക്കും അത് മറ്റേ ഇതാണ്, ഡെഡാണ് എടുത്തിട്ട് വീണ്ടും ഡിസെക്ട് ചെയ്തിട്ട് പോസ്റ്റ്മോർട്ടം വീണ്ടും നടത്തിയിട്ട് ജസ്റ്റ് എന്റർടൈൻമെന്റ് എന്നുള്ള ഒരു പർപ്പസ്, അല്ലാതെ വേറെ ആരെയും ഡീഗ്രേഡ് ചെയ്യാനോ നമ്മൾ ഫസ്റ്റ് തന്നെ കൊടുക്കണ്ടല്ലോ. ആർക്കും ഒരു ഇന്റൻഷനലി ഹാം ചെയ്യാനോ അല്ലെങ്കിൽ പേഴ്സണൽ ഹാരാസ്മെന്റ് ഒന്നുമല്ല. ജസ്റ്റ് എന്റർടൈൻമെന്റ്. അപ്പോൾ നമുക്ക് കോമഡി പടങ്ങൾ പഴയ പോലെ ഒന്നും കിട്ടാറില്ല. നമ്മളിപ്പോൾ ആകെ കണ്ട് ചിരിക്കണത് ഈ മറ്റേ എല്ലാവരുടെ റീലും ആശാരുടെ റീലൊക്കെ കണ്ടിട്ടാണ്. ഇപ്പം ഞാൻ തന്നെ ഈ തമിഴിൽ പരുതമ്പങ്ങൾ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അധികം ആൾക്കാർ കാണണമെന്ന് അറിയില്ല. പരിതാപങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ഗോപി സുധാകർ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുണ്ട്. ആ ഡ്യൂഡില് മൂപ്പരുടെ കൂടെ വർക്ക് ചെയ്തില്ലേ അല്ല ആളൊക്കെ ഉള്ള ഒരു ചാനൽ, അവരൊരു ചാനലുണ്ട്. അപ്പൊ ഞാനിപ്പോ ആഴ്ചയിൽ ആകെ ചിരിക്കണത് അവരുടെ വീഡിയോ കണ്ടിട്ടാണ്. കണ്ടന്റ് ഇല്ല. നമ്മളിപ്പോ ചിരിക്കണമെങ്കിൽ പഴയ വീഡിയോ മറ്റേ പഴയ കല്യാണം ഇതൊക്കെ ഇരുന്ന് കാണണം. അപ്പൊ ആൾക്കാർക്ക് ചിരിക്കാൻ എന്തെങ്കിലും ഞാനായിട്ട് എനിക്ക് തന്നെ ചിരിക്കാൻ ഞാൻ ഒരു സാധനം. പക്ഷെ ആർക്കൊന്നും ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് ഫസ്റ്റ് തന്നെ എഴുതി കാണിക്കും. അല്ല, ഇത് നിങ്ങൾ സിനിമയെ സിനിമയുടെ കളക്ഷനെ ബാധിക്കുന്ന സാധനം അല്ല. എല്ലാം കഴിഞ്ഞിട്ട് OTT വന്നു അതിൽ ഞാൻ റീലോഡ് ഒരു പേഴ്സണായിട്ട് ചോദിച്ചോട്ടെ. തിരുവനന്തപുരത്ത് ചോദിച്ചു നോക്കിയാണ്. ഇതൊരു ഭയങ്കര ടയർസം എഫേർട്ടില്ല ഒരു ഹോൾ സിനിമ. അതായത് മലങ്ങളിട്ട് അല്ലെങ്കിൽ കാട്ടവര എന്ന് പറഞ്ഞു വിട്ടു. ഈ സാധനം നിങ്ങൾ ഒരു വട്ടം തിയേറ്ററിൽ കണ്ടിട്ടുള്ളൂ. ഞങ്ങളിതൊരു 10 വട്ടം കാണണം. ഒരു 100 വട്ടം എഡിറ്റിംഗ് ടേബിളിൽ ഇത് കാണും. എന്റെ പൊന്നെ എന്നെ എഡിറ്റർ പക്ഷേ ജീവിതം തന്നെ മടുത്തു പോകുന്നത്. ഇത് കഴിഞ്ഞ് ഇട്ടിട്ട് കഴിഞ്ഞ് പിന്നെ ഞാൻ കാണിക്കും. എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ഞാൻ എല്ലാ പടം എടുത്ത് റോസ്റ്റ് ചെയ്തിട്ട് ചില സിനിമകൾ കാണുമ്പോൾ നമ്മൾ പറയും തിയേറ്ററിലെ ആൾക്കാർ കമന്റ് അടിക്കുന്നുണ്ട്, കൗണ്ടർ അടിക്കുന്നുണ്ട്. ഇത് ചില സിനിമകൾ നമുക്ക് മനസ്സിൽ ഓട്ടോമാറ്റിക് വരും. അപ്പൊ ഞാൻ അടിച്ച കമന്റ് കൊള്ളാലോ എന്ന് എനിക്കൊരു സ്വയം തോന്നി. ഞാൻ മാത്രം അനുഭവിച്ചിട്ടുള്ളൂ, പറഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചാണ്. നിങ്ങൾ ഈ റോസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ട് സിനിമാക്കാരെങ്കിലും എന്ത് പണിയോട് കാണിച്ചത്? നിങ്ങളോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല? മലയാള സിനിമകളിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോ തെലുങ്ക് നാടും കന്നഡ നാടും. അല്ല, ഇവര് ശരിക്കും ഹൈദരാബാദൊക്കെ പോയി ഇടി കിട്ടും. അവിടെയുള്ള എല്ലാ തൊപ്പി പറഞ്ഞിട്ടില്ലേ? തമിഴ്നാട്ടിൽ പോകാൻ പറ്റില്ല. തൊപ്പിയല്ല, മറ്റേ സായി കോപ്പി. തമിഴ്നാട്ടിൽ പോയാൽ മുല്ലപ്പെരിയാറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിൽ പോയിക്കൂടാ. അതുപോലെ നിങ്ങൾക്ക് അങ്ങനെ പേടി വല്ലതും ഉണ്ടോ? അല്ല, എനിക്ക് അങ്ങനെ ഭീഷണി ഒന്നും വരാറില്ല. കാരണം എന്റെ ഓഡിയൻസ് അത്രേ കാണുള്ളൂ. എനിക്ക് പിന്നെ ഞാൻ ഫേസ് കാണിക്കാത്തതുകൊണ്ട് ഇല്ലാന്നാണ് എന്റെ. നമുക്ക് ഈ തിയേറ്ററിൽ ഉള്ള അട്രോസിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, മറ്റേ മൊബൈൽ ഫോൺ നോക്കുക, സംസാരിക്കുക, പിള്ളേരെ കൊണ്ടുവരിക, ഈ സാധനമൊക്കെ. അപ്പോൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു പോസ്റ്റാണ്. അങ്ങനെ ബുദ്ധിമുട്ട്, അതായത് ഞാൻ എൻ്റെ കാശ് കൊടുത്തിട്ടാണ് പടം കാണാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ട് വരുമ്പോൾ തിയേറ്ററിൽ ലൈറ്റ് ഇല്ലല്ലോ, അപ്പോൾ ഞാൻ ഫ്ലാഷ് അടിച്ചു എന്ന് വരും. അതുപോലെ മെസ്സേജോ കോളോ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനല്ലാതെ നീയൊക്കെ അറ്റൻഡ് ചെയ്യും എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതിന് ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. സിനി ഫൈൽസിനെയൊക്കെ ആ പേജിൽ ഒരു ചില ഗ്രൂപ്പുകളിൽ ഈ മറ്റേ ടൈറ്റിൽ കാർഡില്ലേ, അത് എപ്പോ വരും നടക്കം മെൻഷൻ ചെയ്യാനായിട്ട് ഒരു പേജ് ഉണ്ട്. അതായത് അത് നോക്കിയിട്ട് നേരത്തെ പോയാൽ മതി, അപ്പൊ കറക്റ്റ് ആയിട്ട് ഫോട്ടോ എടുക്കുക. അതിന് വീട്ടിൽ നിന്ന് ഫോട്ടോ എടുത്ത് പോയപ്പോ ഈ സാധനത്തിൽ. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണ്. വെറുതെ നാട്ടുകാരെ കാണിക്കുക, ഞാൻ കണ്ടു, കാണുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതായത് ഫസ്റ്റ് ഷോയിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് പേപ്പറൊക്കെ എറിയുന്നുള്ളത് പോലെ ആൾക്കാർക്ക് ഇപ്പൊ ഒരു ഇതായിട്ടുണ്ട്. എന്ത് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോണും തുറന്നിരിക്കുക എന്നുള്ളത്, അതങ്ങനെ ചെയ്യും. അതൊക്കെ ഇപ്പത്തെ ഒരു രീതിയല്ലേ എന്നുള്ള പോലെ നിങ്ങൾ എന്തിനാ ഇതിനൊക്കെ റിയാക്ട് ചെയ്യുന്നുള്ള രീതിയിലേക്ക് പണ്ട് ഇപ്പൊ പോക്കിരി ഇറങ്ങി. ആ നേരത്ത് ഫോണും ഇല്ല, എല്ലാം ഉണ്ട്, പക്ഷെ നെറ്റും ഇല്ല, ഒരു തേങ്ങയില്ല. നമ്മൾ ആരെങ്കിലും ഫോൺ എടുത്തിട്ടുണ്ടോ? നമ്മള് കടന്ന് അർമാദിക്കായിരുന്നു. അതേപോലെ നമുക്കൊരു സാധനം ഇപ്പൊ കിട്ടില്ല. ഇതില് ഞാൻ എന്റെ ഒരു 3 പോയിന്റ്സ് ഞാൻ പറയാം. 10, 20, 30, 40, 50 പോയിന്റ്സ് പറയാനുണ്ട്. ഒന്ന്, അശ്വിൻ എപ്പോഴും നടുക്ക് മറ്റേ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ അല്ല അതൊരു കാര്യമുണ്ട്. കാരണം വെച്ചാല് അശ്വിന് സൗണ്ടിങ്ങിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യനാണ്. ഉണ്ണി അതുപോലത്തെയാണ്. ഉണ്ണിയുടെ സീറ്റ് തിരുവനന്തപുരത്ത് അറിയാം. എരീസിലെ ഓടി വണ്ണ ഇതേക്കല്ലോ ഉണ്ണിക്കൊരു സീറ്റ് ഉണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നടുക്കൊരാള് അല്ല, എനിക്ക് നടുക്കെടുക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ഈ ബാക്കിൽ കാരണം എന്താ അറിയോ, എനിക്ക് ബാക്കിൽ ചവിട്ടണത് എനിക്ക് ഭയങ്കര എക്സ്ട്രീമിൽ എനിക്ക് വെച്ചാല് ഒന്നിലും ജസ്റ്റ് ഒന്ന് ചവിട്ടുക, ഒന്ന് മുട്ട് കുത്തുക. പല തിയേറ്ററിലും പല ഡിസ്റ്റൻസ് ആയിരിക്കും സീറ്റിങ്ങിന് ഇതിലുണ്ടാവുന്നത്. ഇത് ഒരാൾ വന്നിട്ട് പിന്നെ നിന്റെ ബാക്കിൽ ഇങ്ങനെ മുട്ടുക, നീ പടം കാണാം, വീണ്ടും മുട്ടുക. എന്ത് പരിപാടിയാണിത്? അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഏറ്റവും ബാക്കിലുള്ളത്. ബാക്കിൽ പോയി പിന്നെ അതിന്റെ പുറകെ വന്നപ്പോൾ മുട്ടാൻ പറ്റില്ല. അതൊന്ന്. 2, ഫോണിനകത്ത് ഏത് ഫോണൊക്കെ ആയാലും
അതിൽ ബ്രൈറ്റ്നെസ് കൺട്രോൾ ചെയ്യുന്ന സാധനമുണ്ട്. ഇവര് വാട്സപ്പ് മെസ്സേജ് വന്ന് ഇറ്റ്സ് ഓക്കെ, എനിക്ക് മെസ്സേജ് വരാറുണ്ട്. പക്ഷെ ഇതില് ഇതൊരു സാധനമല്ലേ, ഈ ബ്രൈറ്റ്നെസ് ഒന്ന് താഴ്ത്തി കൂടെ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് സ്ക്രീനിലുള്ള ലൈറ്റിനേക്കാൾ കൂടുതൽ ലൈറ്റ് ഇവിടെ വീഡിയോ കോൾ ചെയ്യണവരുണ്ട്. അതുണ്ട്, അത് വേറെ കാര്യം. അത് ലൈവ് ഇടുന്ന ആൾക്കാർ വേറെ ഉണ്ട്, അത് വേറെ വിഷയം. മൂന്നെന്ന് വെച്ച് കഴിഞ്ഞാല് വെറുതെ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുക. ഇവര് സിനിമ കാണാൻ വന്ന പോലെ സംശയം തോന്നിപ്പോവും. ഇവര് സംസാരിക്കുക, ഇവര് വേറെന്താ ചെയ്യുക, ഈ പറഞ്ഞ വീഡിയോ കോൾ ചെയ്യുക, അല്ലെങ്കിൽ എന്തൊക്കെയോ കാണിക്കുക. മറുവശമുണ്ട്. ഇത് മറ്റവര് വിചാരിക്കണത് എന്റെ പൈസ കൊടുത്ത് ഞാൻ കാണണം. ഇതില് ചില സമയത്ത് ഈ സിനിമാ സ്നേഹികൾ ശല്യോ, അതായത് ഈ മാർവലിന്റെ പോലത്തെ സിനിമകളൊക്കെ വരുന്ന സമയത്ത് ഒരുത്തനുണ്ടാവും, ഇതിന്റെ എല്ലാം പഠിച്ചിട്ടുള്ള ഒരുത്തനുണ്ടാവും. ബാക്കി കൂടെ വന്നെ ഒരുത്തനും അറിയില്ല, അങ്ങ് അറ്റത്തിരിക്കുന്നവൻ ചോദിക്കും എന്താടാ ഇവൻ ഇവിടുന്ന് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ബാക്കി സിനിമ കാണാൻ വന്നിരിക്കുന്നത് നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആവും. സിനിമാ സ്നേഹികളും ചില സമയത്ത് ഭയങ്കര ശല്യമാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ കുറേ പിന്നെ പ്രായ ആൾക്കാർ, അമ്മമാർ, പപ്പന്മാർ, പിന്നെ മക്കള്, ചെറിയ ആൾക്കാർ, റിക്ലൈനിൽ വരെ ടിക്കറ്റ് ഉണ്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ മിറാജിൻ്റെ എക്സിറ്റ് എന്ന് പറയുന്നത് അവിടെ വേറെ ഒന്നുമില്ല, ഒരു കാലി സ്ഥലം. മറ്റേ മീമിൽ കാണുന്നില്ലേ, നമ്മൾ കാര്യം പോകുന്നത് ഭയങ്കര രാജാക്കന്മാരെ പോലെ കാര്യം പോയിട്ട് പിച്ചക്കാരെ പോലെ ഏതെങ്കിലും മറ്റേ വഴിക്ക് ഇറക്കി വിടുക. ആ ഇറക്കി വിടുന്ന സ്ഥലമാണേ. ഞാൻ നോക്കുമ്പോഴേ അവിടെ ഒരുത്ത ക്യാമറ പിടിച്ചേക്കുന്നു, അവിടെ ഒരുത്ത ക്യാമറ പിടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇവര് ഈ കാറ്റിയ ആളാണ് അവൻ ഫസ്റ്റ് എന്നെ കാണുന്നത്. അവന്റെ മൂഡ് പോയി. കാരണം എനിക്ക് അതിന്റെ എക്സിറ്റ് കറക്റ്റ് അറിയാം. വന്ന പിന്നെ അപ്പന്മാർക്കും മറ്റേവർക്കൊന്നും അറിയില്ല. അപ്പൊ ഇതാണ് പരിപാടി. പക്ഷെ ഇതൊക്കെ നമ്മൾ റിവ്യൂ പറയാൻ പറ്റില്ല. വനിതാ വിനിതയിൽ രാവിലെ, അതായത് വെള്ളിയാഴ്ച സിനിമ റിലീസ് ഉള്ള ദിവസം രാവിലെ 4 സ്ക്രീനുണ്ട്, 4 ഹൗസ്ഫുൾ, എല്ലാത്തിലും ആളുണ്ട്. ഫസ്റ്റ് ഷോ നിങ്ങൾ റിവ്യൂ നോക്കിക്കോ. ഫസ്റ്റ് മറ്റേ ആൾക്കാരുടെ തിയേറ്റർ റെസ്പോൺസ് വീഡിയോ, എല്ലാ വീഡിയോ ആൾക്കാരുണ്ട്. അവര് എല്ലാ ആഴ്ചയും വരും. അവര് ഫ്രീ ആയിട്ടിരുന്ന സിനിമ കണ്ടിട്ട് സിനിമയ്ക്ക് എന്തെങ്കിലും പോസിറ്റീവ് പറയണമെന്നല്ലേ ഉള്ളൂ. എന്നിട്ട് ഹൗസ്ഫുൾ ഷോ കഴിഞ്ഞിട്ട് ഗംഭീര പടം എല്ലാവരും കാണണമെന്ന് പറഞ്ഞിട്ട് പോകുന്ന സിനിമയുടെ ഷോ ഉച്ചയ്ക്ക്, അതായത് രാവിലെ 10 മണിയുടെ ഷോ കഴിഞ്ഞ് 1:30-2 മണി സമയത്ത് അടുത്ത ഷോ. ഒരു പട്ടിക്കുഞ്ഞു പോലും ഉണ്ടാവില്ല, അതായത് ഒരാളും ഇല്ല. നമ്മൾ സംസാരിക്കേണ്ട വിഷയമാണ് ഈ PR ടീമുകളെ കൊണ്ടുള്ള. അത് ശരിക്കും നമുക്ക് ഇത് ബുദ്ധിമുട്ടാണ്. ഈ വന്നിരിക്കുന്ന ആൾക്കാർക്ക് സിനിമയോട് റെസ്പെക്ട് ഉണ്ടായിട്ട് വരികയല്ല, ഫ്രീ ടിക്കറ്റ് കിട്ടി. ഏതെല്ലോ പിള്ളേര്, അതല്ല അച്ഛനെ അന്നോ ഏതൊക്കെ പിള്ളേര് ഇവര് ഫുൾ ടൈം മൊബൈൽ നോക്കിയിട്ട് എന്തൊക്കെയോ കാണിച്ചോണ്ടിരിക്കുക. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യാണ്, ഇവർ ഇറങ്ങി വന്നിട്ട് ഇവരെന്തോ ഒരു ജോലി ഏൽപ്പിച്ച് അവരുടെ വർക്കാണ് ക്യാമറയ്ക്ക് ഫേസ് കൊടുക്കുന്നത്. അതായത് ഇപ്പൊ ഈ ഫാൻ ഷോയുടെ കണ്ടിട്ടില്ലേ, അതായത് പടം പൊട്ടിയാലും നന്നായാലും പടക്കം അവർക്ക് അവസാനം പൊട്ടിക്കാൻ അവര് സെൽഫായിട്ട് എഫേർട്ട് എടുത്ത് വരിക. ഇത് വെച്ചാൽ ഇവർ ഹയർ ആയിട്ട് വരിക. നമ്മൾ കുറച്ചുകൂടെ ഹയർ ചെയ്യുന്ന ചുമ്മാ ഇവർക്ക് ഇവര് പടം ഒന്നും കാണുന്നില്ല. ഞാൻ നോക്കുമ്പോ പക്ഷെ PR കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ കണ്ട എല്ലാവർക്കും അറിഞ്ഞുകൂടെ, നല്ല പടമാണെങ്കിൽ ഒരു കാര്യമില്ല. നമ്മളെ വിഷയം പ്രതികരണം, അട്രോസിറ്റി പ്രതികരണമല്ലേ. എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് എനിക്കൊരു അനുഭവം പറയാനാണെങ്കിൽ, നമുക്ക് 2 അപരാധങ്ങൾ ഇറങ്ങിയ ഒരു അവധി ഉണ്ടായിരുന്നു, വിഷു പൊങ്കലോ എന്തോ. ഒന്ന് വാരിസ്, അതിന്റെ കൂടെ അജിത്തിന്റെ ഒരു പടം ഇറങ്ങി. കളിക്കുള്ള കാളീശ്വരി ഫുൾ ഫാൻസ്. എനിക്ക് തിരുവനന്തപുരത്ത് തൊട്ടടുത്തുള്ള സ്ഥലം, ട്രിവാൻഡ്രത്തുള്ള എല്ലാ തിയേറ്ററിലും ഞാൻ പോയിട്ട്. അപ്പൊ ഇത് നമുക്ക് 1 മണിക്ക് ഷോ ഉണ്ട്, 4 മണിക്ക് മറ്റത് കാണണം. ഇത് ടിക്കറ്റ് ഇട്ടായില്ല. അങ്ങനെ കളിക്കുകളെ പോയി കണ്ട് ഫുൾ ഫാൻസ്. എനിക്ക് ഫാൻസ് ഈ ഇത് എറിയണതൊക്കെ എനിക്ക് ഞാൻ എൻജോയ് ചെയ്യണ ഒരാളാണ്. ഇത് ഫാൻ ഷോ സംഭവിച്ചെന്ന് പറഞ്ഞാല് എല്ലാ ആഴ്ച ഫിറ്റ് 1 മണിക്ക് എന്റെ അടുത്തിരിക്കുന്നവൻ അണ്ണ അജിത്ത് തല അജിത്ത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സീനിലും, അജിത്തിന് ഊക്കിടുന്ന സീനിലും വരെ ഇവൻ ചെയ്യുന്നു. ഒന്നാലെ പടപ്പിരാന്ത്. എനിക്ക് അതുപോലത്തെ ഒരു സിനിമ ഓർമ്മയില്ല. ഇവിടെ ഞാൻ എന്ത് പ്രതികരിക്കാൻ അവർ തിരിച്ചു. രണ്ടത് എനിക്ക് ഇതിൽ പറയാത്ത ഈ ആൾക്കാരുടെ കേസ് തിയേറ്ററുകാർ കാണിക്കുന്ന കുറെ തെറ്റിദ്ധരമുണ്ട്. ആള് കുറവാണെങ്കിൽ ചില പ്രത്യേക തിയേറ്ററിൽ തിരുവനന്തപുരത്ത് AC അങ്ങ് ഓഫ് ആക്കും പകുതി ആകുമ്പോൾ. അജന്തയില് ഞാൻ നോക്കുമ്പോ ഞാൻ വിചാരിച്ചേ സിനിമയുടെ സൗണ്ടില്
മറ്റേ ഇഷ് കയറിയതാണെന്നാ ഞാൻ വിചാരിക്കുന്നത്. ഫാനറ്റേക്ക് ആളുകളെങ്കിലും വിചാരിച്ചിരിക്കുന്നത് നമ്മളൊക്കെ ഭയങ്കര ശത്രുക്കളാണെന്നാണ്. കോക്ക് നെഗറ്റീവ് റിവ്യൂ ഇടുന്നു, ഞാൻ പോസിറ്റീവ് റിവ്യൂ ഇടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് ഇടുന്നു, ഇങ്ങനെ നെഗറ്റീവ് ഇടുന്നു, അങ്ങനെ ഒരു ശത്രുതാ സാധനം കുറെ ആൾക്കാരുടെ. അത് കുറച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് സിനിമക്കാർക്കും അങ്ങനെയുള്ള ചില ധാരണകളൊക്കെ ഉണ്ട്. മാറ്റിയേക്ക്. പിന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മള് പരസ്പരം സംസാരിക്കുമ്പോൾ സിനിമയേക്കാൾ കൂടുതൽ നമുക്ക് പരസ്പരം വ്യക്തിബന്ധം ഉണ്ടെന്നുള്ളൊരു നമ്മൾ സിനിമയെ കുറിച്ച് അധികം സംസാരിക്കാറില്ല എന്നുള്ള ഫാക്ട്. കാരണം അത് പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നമ്മൾ അതിൻ്റെ അകത്ത് പണിയേണ്ട കാര്യമില്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഇപ്പം ഞാൻ റീലോഡിനെ വിളിച്ചിട്ട് എന്നാലും താൻ പറഞ്ഞത് ഭയങ്കര മോശമായി പോയി എന്ന് പറയില്ല. കാരണം അത് പുള്ളിയുടെ ഒപ്പീനിയൻ ആണ്. ഞാൻ പറഞ്ഞത് എന്റെ ഒപ്പീനിയൻ, അവിടെ കഴിഞ്ഞു. അല്ല, ഇത് പറയുന്ന സാഹചര്യമുണ്ട്. അത് ഊക്കലാണ് നേരത്തെ പറഞ്ഞ പോലെ. ആ രീതിയിൽ നമുക്കിടയിൽ റാപ്പ് ഉണ്ടെന്നുള്ളത് പറയാം. ഞങ്ങൾ പരസ്പരം എന്ത് പറയുന്നത് തേങ്ങയും പറയാം, അതിനുള്ള സ്പേസ് ഞങ്ങളുടെ ഇടയിലുണ്ട്. അത് അങ്ങനെയാണത്. അതുകൊണ്ടാണ് ഈ ചെറിയൊരു സമയത്ത് വരാൻ പറ്റുമെന്ന് വെച്ചിട്ട് നമുക്ക് ഇത്ര ആൾക്ക് എത്താൻ പറ്റിയ ഈ ഒരു ഷോർട്ട് ടൈമിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ആ റാപ്പ് ഉള്ളതുകൊണ്ട് നമുക്കൊരു സൗഹൃദം, അത് രസമുള്ള പരിപാടി, ഒരു പ്രൊഫഷണൽ പരിപാടി അല്ല. അപ്പാർട്ട് ഫ്രം റിവ്യൂ, ഇപ്പൊ അശ്വിനിടുന്ന റിവ്യൂ, എബിനിടുന്നത്, സുതീഷ് ഇടുന്നത്, തിരുവിടുന്നത്, ഉണ്ണിടുന്നത്, ഞാൻ ഇടുന്നത്, ഇപ്പൊ ഷാസ് ഇടുന്നത്, സീക്രട്ട് ഏനിടുന്നത്, ആരെന്തായിക്കോട്ടെ വാട്ടോ. പക്ഷെ അതൊന്നുമല്ല നമ്മളെ മനസ്സിലാവില്ല. നമ്മളാണ് അത് നമ്മുടെ ഒരു പരിപാടിയാണ്. ഇവിടെ ഇരിക്കുന്നവരാരും ഒരു സിനിമ നെഗറ്റീവ് റിലീസിനെ നടിച്ച് അത് കാണുമ്പോൾ ഒരു ഓർഗാസം കിട്ടുന്ന ആൾക്കാരൊന്നുമില്ല. ഒരിക്കലല്ല. ഇതില് പ്രാർത്ഥിച്ചിട്ട് കാര്യം നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാക്കാർ ഷെയർ ചെയ്യും, നാട്ടുകാർ പോസിറ്റീവ് പറയും, അങ്ങനെ നമ്മുടെ പോപ്പുലാരിറ്റി കൂടും, റവന്യൂ കൂടും. ശരിക്കും ഒരു സിനിമ നന്നാവാൻ അതിന്റെ പ്രൊഡ്യൂസർ പ്രാർത്ഥിക്കുന്നത്. വേറെ കാര്യം പറഞ്ഞോണ്ടി, മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് സിനിമ റിലീസ് ഇല്ലാത്ത സമയത്താണ്. സിനിമ റിലീസ് സമയത്ത് നമ്മൾ സംസാരിക്കില്ല. അതായത് ഉണ്ണി സിനിമ ഏതോ സിനിമ കാണാൻ പോയി, ഉണ്ണി എന്തോ റിവ്യൂ ഇടുന്നു, തിരു എന്തോ റിവ്യൂ ഇടുന്നു, അന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ കുറവില്ല. സത്യല്ലത് നമ്മൾ ഏറ്റവും ലീസ്റ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് വീക്കെൻഡില്ല. അന്ന് വെച്ചാൽ നമുക്കറിയില്ല. പക്ഷെ ഇവര് വിചാരിക്കുന്ന വെച്ചാല് ഇവരാരും തന്നെ ഒരു പൈസ വാങ്ങിച്ചിട്ട് ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് പറയുകയോ പറയാതിരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഫ്ലുവൻസിന്റെ പേര് ചെയ്യാ അല്ലവരല്ല. അത് ഒരു പടം എടുത്ത് നോക്കിയാൽ തന്നെ മതി. പല അഭിപ്രായങ്ങൾ. അല്ല, ഞാൻ സിംപ്ലസ്റ്റ് ആയിട്ട് ഞാൻ പറയാം, തിരു അങ്ങനെ ഒരു പൈസ വാങ്ങുന്ന ഒരുത്തരാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ നിന്ന് റെസ്പെക്ട് ഉണ്ടാവും. നമുക്കിപ്പോ ഒരു മോശം സിനിമയെ നമ്മൾ ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വിശ്വാസം ചെയ്ത് പോലും നമുക്ക് തന്നെ അത് ബാധിക്കും. അതാണ്. അപ്പൊ അങ്ങനെ ചെയ്യത്തില്ല. ഇപ്പൊ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നവരുണ്ട്, ആൾക്കാരെ പറ്റിക്കുന്നവരുണ്ട്. ഒരു മോശം സിനിമയെ നന്നായിട്ട് വരുത്തി തീർത്തിട്ട് ആൾക്കാരിൽ അത് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇതൊന്നും നടക്കാതെ ഒരു ബ്രിഡ്ജായിട്ട് നിൽക്കുന്ന കുറച്ച് പേരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നമുക്ക് ഈ യൂട്യൂബ് റിവ്യൂവേഴ്സ് വരുന്നതിന് മുമ്പേ മലയാള സിനിമയിൽ ഇറങ്ങിയിരിക്കുന്ന സിനിമകളുടെ ഒരു നിലവാരവും അതിനുശേഷം വന്നിരിക്കുന്ന സിനിമകളുടെ നിലവാരവും ഭയങ്കര ഒരു വ്യത്യാസം. അല്ല, അത് നമ്മൾ മാത്രമല്ല, ഓഡിയൻസ് മാറിയതാണ്. ഓഡിയൻസ് മാറി. കുറെ പേർക്കൊരു ധാരണയുണ്ട്, നമ്മൾ കുറച്ച് പേര് വിചാരിച്ച മലയാള സിനിമ അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ കയറ്റാം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പൈസ തന്ന സിനിമ. എൻഡ് ഓഫ് ദി ഡേ ഓഡിയൻസ് എന്താണോ അവരെന്താണോ, നമ്മളെ ഒന്നുമില്ല, നമ്മുടെ വ്യൂ തന്നെ കണ്ടറിയും. ഇപ്പൊ വാഴ എത്ര കോടി അടിച്ച് ഇൻഡസ്ട്രി ഹിറ്റാണ്. നമ്മുടെ വ്യൂ കണ്ടിട്ട് അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് എത്ര പേര് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് വേറിപ്പോയാ ഒരു 10% പോലും. അപ്പൊ നമ്മള് അത്ര വലിയ ഇൻഫ്ലുവൻസ് ചെറിയൊരു സപ്പോർട്ട് ഉണ്ടാവും. അങ്ങനെ ഇവരുടെയൊക്കെ വിചാരം നമ്മള് ഒരു സിനിമ ഇന്റൻഷനലി നശിപ്പിക്കാനൊക്കെ. കിഷ്കിന്ദ കണ്ടോ എന്നുള്ള സിനിമയ്ക്ക് എങ്ങനെ പ്രൊമോഷൻ വന്ന സാധനമല്ല. ഭയങ്കര PR ബേളോ ഒന്നും ഉണ്ടാവും. അത് മൗത്ത് പബ്ലിസിറ്റി, അതിന്റെ സ്റ്റാർട്ടിങ് നമ്മളിലൂടെ തുടങ്ങുന്നു എന്നുള്ളൊരു സാധനമാണ്. അല്ല, ഒരു സിനിമ വേണം വെച്ച് നമ്മൾ നശിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സങ്കടമുണ്ട്. കാരണം നമ്മുടെ പൈസ മുടക്കിയിട്ട് പൈസ പോട്ടെ നോക്കി. ഇന്നത്തെ കാലത്ത് സമയമാണ്. നമ്മൾ ഈ 2-2.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ ട്രാവൽ ചെയ്ത് പോയി നമ്മളൊരു പടം മോശമായാണ് വിചാരിക്കാനില്ലല്ലോ. നമ്മൾ നല്ല പടം കാണാൻ വേണ്ടിയല്ലേ തിയേറ്ററിൽ പോകണം. അല്ലെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നാൽ പോലെ, നമുക്ക് OTT വേറെ കണ്ടന്റ്. നമുക്ക് കണ്ടന്റിനാണ് ക്ഷാമം. ഇപ്പൊ ബ്രോയ്ക്ക് തന്നെ ഇപ്പൊ റിവ്യൂ ഇടണമെന്നില്ല, വേറെ പൊളിറ്റിക്കലി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ വ്യൂ കിട്ടും. ചിലപ്പോൾ കഷ്ടപ്പെട്ട് ചെലവില്ല, സമയമില്ല. ഫുൾ വീഡിയോ. പക്ഷെ നമ്മൾ ഒരു പടം നമ്മള് ഓഡിയൻസ് ആണ് നമ്മളെല്ലാവരും, അല്ലാതെ നമ്മളാരും സർട്ടിഫൈഡ് ക്രിറ്റിക്സ് ഒന്നും അല്ല. അങ്ങനെ ആരും ഇല്ല, അങ്ങനെ ഒരു സർട്ടിഫിക്കേഷനും ഇല്ല. ആ ഒരു തെറ്റിദ്ധാരണ മുഴുവൻ മാറ്റണം. അല്ല, ഇതെന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഒരു പടത്തിന്റെ എല്ലാവരുടെ റിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട്. ഒരാൾ പറയുന്നതായിരിക്കില്ല മറ്റേ ആൾ പറയുന്നത്. എന്താ പറയുക, ഓരോരുത്തർക്കും അവരുടേതായ ഒപ്പീനിയൻ ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയാൽ തന്നെ നമ്മൾ ഇന്നവേ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ മൊത്തം സെഗ്മെൻറ്റിലെ ലൈക്ക് എല്ലാ ഓഡിയൻസിലും എല്ലാ ഒപ്പീനിയൻ ഉള്ളവരും ഉണ്ടാവും. ഇപ്പം നമ്മൾ പറയില്ല, ഇപ്പോൾ തുടരും നമ്മളൊക്കെ പോസിറ്റീവ് പറഞ്ഞ പടമായിരിക്കും,
ആരെങ്കിലും ഒരാളുണ്ടാവും ഏത് ഇത് അത്ര വലിയ സംഭവമൊന്നും അല്ലല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു ഓഡിയൻസ് മെമ്പർ എവിടെയെങ്കിലും ഒക്കെ ഇരിക്കുന്നുണ്ടാവും. ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഒരാൾ ആ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ സംവേർ അയാൾക്കൊരു വാലിഡേഷൻ ആണ്. ഓക്കെ, എൻ്റെ അഭിപ്രായമുള്ള ഒരാളുണ്ട്. എത്ര വലിയ ഹിറ്റ് പടത്തിനും ഇവർ ഈ പറയുന്ന അത്ര വലിയ സംഭവമൊന്നും അല്ല എന്ന് തോന്നിയ ഒരു മനുഷ്യൻ എവിടെയോ ഉണ്ട്. അപ്പൊ നമ്മളൊരാൾ ഇതിൽ കൂട്ടത്തിൽ ഒരാൾ ആ ഒപ്പീനിയൻ പറയുമ്പോൾ അയാൾ അത് കാണുമ്പോൾ അയാൾക്ക് ഓക്കെ എൻ്റെ ഒപ്പീനിയൻ അതന്നെ ഒരാളുണ്ടല്ലോ എന്നുള്ള സാധനം. അപ്പോൾ അങ്ങനെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഓഡിയൻസിനെ റെപ്രസെന്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് റിവ്യൂ എന്ന് പറയുന്ന ടൈറ്റിൽ ഇടുന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന വീഡിയോയിലൂടെ സംഭവിക്കുന്നത്. അല്ലാതെ നമ്മൾ വേറൊരു സാധനം പറഞ്ഞിട്ട് ഓഡിയൻസിനെ ഒരു വഴിക്ക് കൊണ്ടുപോകല്ല. വി ആർ ദി ഓഡിയൻസ് എന്നുള്ള ഒരു കാര്യമാണ്. ആൻഡ് അശ്വൻ കോക്കു തുടക്കത്തിൽ പറഞ്ഞ പോലെ തുടരും എന്നാണ്. നമ്മൾ ഈ പണി എന്തായാലും തുടരും. കാരണം നമുക്ക് സിനിമ വേണ്ടെന്ന് നോക്കാൻ പറ്റില്ല. നമ്മളെ തട്ടണം. ഇല്ല, നമ്മളെ തട്ടുമ്പോൾ അത് മറ്റൊരാൾ ഏറ്റെടുക്കും. മറ്റേ വിപ്ലവമൊക്കെ പറയുന്നത് ഓരോ തുള്ളി ചോരയിൽ നിന്നും 100-150 പേരുണ്ട് റിവ്യൂ ചെയ്യുന്നത്. എത്ര പേരും എല്ലാവരും ആർക്കും അതില് ഒരാളോട് ഒരു പടത്തിന്റെ അഭിപ്രായം പേഴ്സണലി പറഞ്ഞത് റിവ്യൂ ആണ്. അത് നമ്മൾ വീഡിയോയിൽ എടുത്ത് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, നമുക്ക് റീച്ച് കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. റീച്ച് ഇല്ലാത്ത എത്രയോ പേരുണ്ട്. നമുക്ക് എന്തോ ഭാഗ്യത്തിന് റീച്ച് അതുകൊണ്ട് നമ്മൾ ആരും. സോ വി ആർ ദ ഓഡിയൻസ് ആൻഡ് വി വിൽ കണ്ടിന്യൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് ഇതെന്തത് അപ്പോൾ ഈ വീഡിയോയിൽ ഇരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ്. ഈ ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇനിയും കുറെ സംസാരിക്കാനുണ്ട്. യെസ്, താങ്ക് യു. അപ്പോൾ ശരി, ഞാനാണ് താങ്ക് യു പറയുന്നത്.